96-ലാണ് ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ വരുന്നത്. ഇപ്പം 2026 അപ്പം 30 വർഷമാവില്ല. തിരിച്ചൊരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും പോവുകയില്ല. കാരണം അവൾക്ക് സ്വന്തമായി കാശായി, സ്വന്തമായി പേരായി, സ്വന്തമായി ഫോളോവേഴ്സായി, ഒരു ചെറിയ ഈഗോ കയറി തുടങ്ങി. ജിജി എടുത്ത് പോയി അത് പറഞ്ഞപ്പം സമ്മതിച്ചില്ല. ഡ്രൈവറായി വന്നവനെ ഒന്ന് മെമ്പറാക്കാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ആരെടുക്കും? മിനിമം 3 പേർ. എൻ്റെ അപ്പനും അമ്മ എടുത്തോളാം. അങ്ങനെ അവരെ അപ്പനമ്മ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആയിപ്പോയി. ഞാൻ നീ അപ്പം ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണമല്ലോ. ഓഡിറ്റർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു 2.5 ഇന്ന ആൾക്ക് പോയി, അതിൻ്റെ ഡീറ്റെയിൽ എന്നാ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പോയി, തകർന്നു പോയി സത്യത്തിൽ. കാരണം അപ്പോൾ എങ്ങനെ ഒപ്പിട്ടെന്നൊക്കെ അന്വേഷിച്ചു. ഇവർ എൻ്റെ കള്ള ഒപ്പിട്ടിട്ട് ചെക്കുന്നുണ്ടോ? എനിക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, എനിക്ക് എൻ്റെ സമുദായമില്ല, എനിക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല. ഇവർ കഴിഞ്ഞ 21 വർഷമായിട്ട് എന്നെ ഇന്ന വർദ്ധിക്കുന്നുണ്ട്. കൗൺസിലിംഗ് എടുക്കുക. കൗൺസിലിങ്ങിന് പിള്ളേരെ മുമ്പിലിരിക്കുന്ന പേരൻസും ഉണ്ട്. ജിജി റൂമിൽ കയറിയിട്ട് ഇവരെല്ലാം അങ്ങോട്ട് വലിച്ച് പുറത്തിറക്കിയിട്ട് പച്ചക്ക് പുറത്ത് അവരും കേൾക്കും, ഓഫീസിലുള്ള എല്ലാവരും കേൾക്കും. നീ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ നാട്ടുകാരോട് പറഞ്ഞ് കുടുംബം തകർക്കാൻ നിന്നെ കൊന്നു കളഞ്ഞും, നിന്നെ കൊന്ന് തള്ളിയാലും മുസ്ലിങ്ങൾ കൊന്നെന്ന് വിചാരിക്കുള്ളൂ. ആ സിമ്പതിയും കൂടെ മുസ്ലിം തീവ്രവാദികൾ കൊന്നു എന്നും മറ്റേ ആ സിമ്പതിയും കൂടെ ഞാൻ പിടിച്ചു വെറ്റുന്നു മറ്റു കത്തി എടുത്തിട്ട് വരാം. കുത്താൻ വന്നപ്പോൾ ഇതേപോലെ ഒരു സോഫയില്ല, ഞാനിങ്ങനെ ചെരിഞ്ഞ് മാറി കുത്തങ്ങ് പൊക്കോളാൻ. അന്നേരം കത്തി കൊണ്ട പാടാണ് കാണുന്നത്. ശരിക്കും ആഴത്തിലിറങ്ങി. 1 വർഷത്തോളായില്ല അങ്ങ് ഇറങ്ങിയത്. ചെവി പൊട്ടിയല്ലേ ചോര വന്ന കേസായത്. ഒരടിക്ക് പൊട്ടിക്കണമെങ്കിൽ എന്താ ആരോഗ്യം ഉണ്ടാവും? ഞാൻ 21 വർഷമായിട്ട് കൊള്ളുന്നുണ്ട്. അത് വേറെ ഡ്രസ് തുടങ്ങി, കോടികൾ വന്നു, കണക്കിൽപ്പെടാത്ത വരാത്ത വന്നു, ഈ കാശിന്റെ പേര് നിങ്ങൾ നേടിയായെന്നാണ്. ഭാര്യ ഭർത്താവിന്റെ ക്ലാസ് പിന്നെ നടക്കൂല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, അത് നടക്കൂല. അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. നമസ്കാരം. മറുനാടിൻ്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായിരിക്കുന്ന ഒരു ദമ്പതികളുണ്ട്, മാരിയോ ജോസഫും ജിജി മാരിയോയും. നമുക്കവരെ അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ജനപ്രിയരായിരുന്നവർ. സുവിശേഷ പ്രഘോഷകരാണ്, ഒപ്പം കൗൺസിലേഴ്സാണ്. അവർ രണ്ടുപേരും ഒരുപാട് കുടുംബങ്ങളെ ഒരുമിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർ തമ്മിൽ ചില ഭിന്നതകളുണ്ടായി. ആ ഭിന്നതകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ വിഷയം വഷളാവുന്നതിന് മുൻപ് തന്നെ ഈ വിവരം അറിയുകയും ഇത് പരിഹരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ചില തൽപര കക്ഷികൾ അതിലിടപെടുകയും അത് പുറത്തേക്ക് പോവുകയും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ വിഷയത്തിലെ ഒരു കക്ഷിയായ ജിജി മാരിയോ. ഞാൻ ജിജി മാരിയോയോട് 3-4 ദിവസം സംസാരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ജിജി എന്തൊക്കെയോ ഭയത്താൽ മാറി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കവേ ഈ വിഷയത്തെക്കുറിച്ചൊരു വാർത്ത ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുന്നു. അപ്പോൾ എന്നെ മാരിയോ കോണ്ടാക്ട് ചെയ്യുകയാണ്. മാരിയോയുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാരിയോയുടെ പഴയ പേര് സുലൈമാൻ എന്നായിരുന്നു. മാരിയോ മതം മാറി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതാണ്. അപ്പോൾ മാരിയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 തരത്തിലുള്ള ആക്രമണം നേരിടുന്നു. ഒന്ന്, ഇസ്ലാമിക വിശ്വാസം ഉപേക്ഷിച്ച് വന്നതുകൊണ്ട് പണ്ട് മുതലേ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്രമണത്തിനൊപ്പം ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലെ കുറേ ആളുകൾ, പ്രത്യേകിച്ച് തീവ്ര ചിന്താഗതിയുള്ളവർ, ക്രൈസ്തവ സമുദായത്തിലേക്ക് എത്തിയത് യഥാർത്ഥ സുലൈമാൻ തന്നെ തുടർന്നുകൊണ്ട് ഇത് ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാവുന്നു. അത്തരത്തിൽ ചില ചർച്ചകളൊക്കെ രൂപപ്പെടുന്നു. മാത്രമല്ല ഇതിനിടയിൽ അജ്മൽ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കൂടി കടന്നു വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ അജ്മലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ജിജി പറയുന്ന ഒരാരോപണം, ജിജിയെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ ഒരു ഡയറക്ടർ അജ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും സുലൈമാന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് അജ്മലിനെ കൂടി ചേർത്തത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഈ പശ്ചാത്തലത്തിൽ സുലൈമാൻ എന്ന് പറയുന്ന പണ്ടേ മതം മാറി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന മാരിയോ ജോസഫിനോട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഇന്നത്തെ അതിഥി മാരിയോ ജോസഫ്. നമസ്കാരം. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പതിയെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് അതിനൊരു പശ്ചാത്തലം മനസ്സിലാക്കി. ഈ ഇസ്ലാം വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എത്ര കാലം? എന്നായിരുന്നു? 30 വർഷമായി. 30 വർഷമായി. കാരണം 1996-ലാണ് ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ വരുന്നത്. ഇപ്പം 2026 അപ്പം 30 വർഷമാവില്ല. തിരിച്ചൊരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും പോവുകയില്ല. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ആളുകളെല്ലാം നിങ്ങളെ ഒരു ജിഹാദിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കുറച്ചു പേരുണ്ട്. അതിന്റെ കാരണം പറയാം.
ഇടയ്ക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, അതായത് സുവിശേഷം പറയുമ്പോൾ ചിലപ്പം ഖുർആനിൽ എന്താണ് ക്രിസ്തു മതത്തെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് എടുത്തു പറയും. അപ്പം ഞാൻ സുവിശേഷത്തിൻ്റെ ഇടയിൽ ഖുർആൻ പഠിപ്പിച്ചു എന്നൊരു ആരോപണം വന്നു. രണ്ടാമത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടാവും. അപ്പം മോട്ടിവേറ്റ് ചെയ്യാൻ മുസ്ലിങ്ങൾ ഉള്ളിടത്ത് ഖുർആൻ കോട്ട് ചെയ്യും, ഹൈന്ദവർ കൂടുതലുള്ളിടത്ത് ഗീത കോട്ട് ചെയ്യും, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളിടത്ത് ബൈബിളും കോട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ 3 മതവും കോട്ട് ചെയ്തപ്പോഴേക്ക് എല്ലാ മതവും ഒന്നാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു തീവ്രവാദത്തിൻ്റെ ശ്രമമാണ്, അത് നിർത്തണം. അങ്ങനെ ഈ 2 ആശയക്കുഴപ്പം ജനങ്ങളിൽ ഉണ്ടായപ്പോഴാണ് എന്നെ ഒരു മൗദൂദി എന്ന് വിളിക്കാൻ ഇടവന്നത്. അപ്പൊ ഇത് ഇപ്പോഴത് അവർക്കൊരു ഇതായി അല്ലെ, ഈ വിവാദം ഉണ്ടാക്കി പെട്ടെന്ന് അവരത് ചൂടാക്കി. നേരത്തെ പോലെ ഈ ആരോപണമുണ്ട്. 2018 മുതൽ ഈ ആരോപണമുണ്ട്. 18 ഇത് ആരോപണം തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയുന്നത് നല്ലത്. ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല, പക്ഷെ വളരെ ഇഷ്ടമായി. അമേരിക്കയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെയുള്ള ഒരു ബിഷപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് ധ്യാന ഗ്രൂപ്പുകളുണ്ട്, ഈ ഗ്രൂപ്പുകൾ ഇവിടെ ധ്യാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ ധ്യാനിപ്പിച്ച് പോകുന്നതിന് പകരം അവരുടെ ഒരു ഗ്രൂപ്പ് ഇടവകയിൽ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് എല്ലാ ആഴ്ചയും ഇവരുടെ ഒരു ഏജന്റ് അവിടുന്ന് കളക്ഷൻ എടുത്ത് നാട്ടിലേക്ക് അയക്കും. അങ്ങനെ ഇവിടുന്ന് ഇവരുടെ കാശെല്ലാം നാട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മളിവിടെ തുടങ്ങുന്ന പുതിയ പള്ളിയൊക്കെ പരിതാപാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ അതിങ്ങനെ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യത്തിൽ ഒരു വീഡിയോയിൽ ഇതങ്ങ് പറഞ്ഞു. അപ്പോൾ ഏതെല്ലാം ഗ്രൂപ്പുകൾ വിദേശത്ത് ചെറിയ ചെറിയ ഹബ്ബുണ്ടോ കേരളത്തിലെ, ആ മുഴുവൻ കരിസ്മാറ്റിക്കാർ ഒറ്റക്കെട്ടായി ഇവനെ ഇങ്ങനെ പ്രസംഗിക്കാൻ വിട്ടാൽ ഇവൻ പണി തരും. അപ്പോൾ ഇവരാണ് മാരിയോ മൗദൂദി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു സാധനം എഴുതി ഉണ്ടാക്കി എന്നെ അങ്ങ് ചീത്തയാക്കി. വ്യക്തിപരമായിട്ട് അവരുടെ പേരുകൾ പറയാൻ വയ്യ. താങ്കൾ ഒത്തിരി വിദേശ യാത്ര ചെയ്യുന്നതുകൊണ്ട് താങ്കൾക്കറിയാം ഏതൊക്കെ ധ്യാന ഗുരുക്കന്മാർക്ക് ഗ്രൂപ്പുകളുണ്ടോ അവരെല്ലാം ഒറ്റക്കെട്ടായി. അതാണ് ശരിക്കും തുടക്കം. അത് പിന്നെ ഇങ്ങനെ നിൽക്കുന്നു. അത് വന്നപ്പോഴേക്കും ഈ കാസ പോലെയുള്ള ആളുകൾക്ക് ഇവരിങ്ങനെ മൗദൂദി എന്ന് പറഞ്ഞപ്പോൾ ആണോ എന്നൊരു സംശയം വന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ പഴയ ക്ലാസ്സുകൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഖുർആനൊക്കെ കോട്ട് ചെയ്തു, കുറച്ച് ഗീതയൊക്കെ കോട്ട് ചെയ്തു. അപ്പോൾ ഇവൻ എല്ലാത്തിനെയും ജനറലൈസ് ചെയ്യുന്നു എന്നൊരു ചിന്ത വന്നു. കൂടാതെ ഒരു കാലത്ത് ബൈബിളല്ല, ഒരു കാലത്ത് സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഖുർആനിൽ പറയുന്ന ഈസാ നബിയാണ് ബൈബിളിലെ യേശു എന്നാണ്. പെന്തക്കുസ്തുകാർ പുതുതായിട്ടൊരു പഠനം കൊണ്ടുവന്നു, ഇത് രണ്ടും രണ്ടാണെന്ന് പറയണം, ഒന്നാന്ന് പറയാൻ പാടില്ല, മഹാപാവാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പണ്ട് മുതൽ 30 വർഷം മുതൽ പ്രസംഗിക്കുന്നതല്ലേ, ഈ ഒരു ചിന്താഗതി വന്നിട്ട് 10 വർഷമായുള്ളൂ. അപ്പോൾ 10-20 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും സൈറ്റിൽ കിടക്കുകയല്ലേ, ഇത് രണ്ടും ഒന്നാന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇവൻ ഒന്നാന്ന് പറയുന്നു എന്നായി മൊത്തത്തിൽ എന്നെ അങ്ങ് മൗദൂദിയാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് അവസരം വന്നപ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നത് മരണം വരെ ഞാൻ അനുഭവിക്കേണ്ടി വരും. കാരണം ബൈബിൾ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പുതുതായി വന്നവരെല്ലാവരും ഇങ്ങനെ മരണം വരെ ജാതി പറഞ്ഞ ഒരു വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലാണ് അവൻ കത്തോലിക്കനായി മരിച്ചു എന്ന് ചിലർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതായത് തീവ്ര പാരമ്പര്യ, തീവ്ര ഇസ്ലാം വിരോധമൊക്കെ ഇരിക്കുന്ന കത്തോലിക്കരുടെ ഇടയിൽ, സാധാ കത്തോലിക്കരുടെ ഇടയിലല്ല. അത്ഭുതമൊന്നുമില്ല. നമ്മൾ ബിഷപ്പ് യോഹന്നാൻ അദ്ദേഹത്തിന് ഒരുപാട് വിദേശ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് ദുരൂഹവും സംശയമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സുവിശേഷ പ്രസംഗനത്തിൽ അദ്ദേഹം ഒരു സക്സസ് ആയിരുന്നു. സത്യം. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ഞാൻ മരിച്ചാൽ മാത്രമേ പേരുദോഷം മാറുമെന്ന് പറയുമായിരുന്നു. കാരണം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പേരുദോഷങ്ങൾ എങ്ങനെയുണ്ട്. അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ ഇന്നേ വരെ ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്റെ അവസ്ഥ അതാണ്. ഞാൻ മരിച്ചാൽ മാത്രമേ അവൻ ക്രിസ്ത്യാനിയായി മരിച്ചു എന്ന് പറയുള്ളൂ. അതുവരെ എന്നെ ഇങ്ങനെ സംശയത്തിൽ നിർത്തും. അതുകൊണ്ട് ഞാനതന്നെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കരിസ്മാറ്റിക് ഗുരുക്കന്മാർ എനിക്ക് എതിരാകുന്നു, തീവ്ര ഇസ്ലാം വിരോധികൾ എനിക്ക് എതിരാകുന്നു, മുസ്ലിം ലോകം മുഴുവനും എനിക്ക് എതിരാകുന്നു. അതിൻ്റെ ഇടയിൽ കുടുംബ പ്രശ്നം കൂടെ വന്നാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്ന പോലെ ബോയിൽഡാണ് ഇപ്പം. അല്ല, അപ്പൊ നിങ്ങൾ ഈ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ മതി ഇസ്ലാമിലേക്ക് തിരിച്ചു? നെവർ. സത്യം, ഫ്രം ദി ഹാർട്ട് നെവർ. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒറ്റ വാക്ക് പറയാം. ലോകത്ത് ജീവിച്ചവരെല്ലാം മരിച്ചുപോയി. മുഹമ്മദ് നബി മുതൽ എല്ലാവരും മരിച്ചുപോയി. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വരാമല്ലോ. അപ്പോൾ ഒരു ഹോപ്പ്, മരിച്ചാലും ജീവിക്കാൻ പറ്റുന്നുള്ളൊരു ഹോപ്പ്, അതെനിക്ക് ക്രിസ്തുവിലേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ ആൾക്കില്ല. എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത്? ഞാൻ ഒരു 18 വയസ്സുള്ളപ്പോഴാണ് നന്ദി ദാറുസ്ലാം അറബി കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന കാലത്താണ്. വയനാട്. ഇല്ല, ഞാൻ വയനാട് പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ തെങ്ങമണ്ട ദേശത്താണ്. വീട്ടുപേര് തുർക്കി എന്നാണ്. വീട്ടിൽ 6 മക്കളിൽ ഞാൻ 3ാമത്തതാണ്. ബാക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്കുമായിട്ട് പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഈ ഒരു ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടാവുന്നത്? ഒരു മതപ്രഭാഷണത്തിൽ
യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ഞാൻ പ്രസംഗിച്ചു മുസ്ലിം മതപ്രഭാഷണത്തിൽ. അപ്പോൾ അവിടെ 18 വയസ്സിൽ ഞാൻ 13 വയസ്സ് മുതലേ പ്രസംഗിച്ചു തുടങ്ങിയ ഒരാളാണ്. നന്നായിട്ട് പ്രസംഗ ചാതുര്യം ഭയങ്കരമായിരുന്നു. 18-ാം വയസ്സിൽ ഇതിങ്ങനെ പ്രസംഗം, അതും കണ്ണൂർ ജില്ലയിലെ ഒരു പള്ളിയിലാണ്, താഴത്തുവായെന്ന് പറയും, പയ്യന്നൂരിൽ പ്രസംഗിച്ചപ്പം ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, യേശു ദൈവമല്ലെങ്കിൽ പിന്നെ അയാൾ ആരാന്ന് ചോദിച്ചു. യേശു ദൈവമല്ലെങ്കിൽ യേശു പിന്നെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആരാന്നുള്ള ചോദ്യം തലക്കടിച്ച് ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ ഖുർആനകത്ത് പറഞ്ഞത് കലിമത്തുല്ലാഹി റൂഹുല്ലാഹി എന്ന വാക്കാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും. യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ വചനമാണ്, അവൻ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിനെ മറിയാമിൻ്റെ ഉദരത്തിലിട്ടു, അതൊരു മനുഷ്യനായി ജനിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വാക്ക്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ അന്നത്തെ 18-ാം വയസ്സിലെ ചിന്ത, ഞാൻ താങ്കളോട് ഇപ്പോൾ സംസാരിക്കുകയും താങ്കൾ കേൾക്കുകയും ചെയ്യുന്ന അതല്ലേ എൻ്റെ വചനം, അല്ലേ? പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ വചനം എവിടെയുള്ളത്? തലച്ചോറ് കുത്തിപ്പൊളിച്ചിട്ട് കാണാൻ പറ്റുമോ? ഹൃദയം കുത്തിപ്പൊളിച്ച് കാണാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ വചനം എവിടെയുള്ളത്? അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചു, എൻ്റെ വചനം എന്ന് പറയുന്നത് എൻ്റെ ആസ്തിക്യത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു സാധനം. എന്നിൽ നിന്ന് അതിനെ ഇങ്ങനെ ഊരിയെടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇതാണ് എൻ്റെ വചനം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, എൻ്റെ ഉള്ളിലുള്ള വചനത്തെ എടുത്തൊരു സ്ഥലത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഖുർആൻ പറയുന്നു യേശു ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ ദൈവത്തിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. കാരണം വചനം എന്ന് പറഞ്ഞാൽ ചിന്തയാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തയാണ് യേശു എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവത്തിൽ നിന്ന് അങ്ങനെ പിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് ചിന്തിച്ചു. അടുത്തത് റൂഹുമിനുള്ളതാണ്, അള്ളാഹിൽ നിന്നുള്ള ആത്മാവാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് പോയ പിന്നെ ഞാനില്ലല്ലോ, തെറ്റല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നത്തെ എൻ്റെ ചിന്തയാണ്, ഒരു തീ കനലെടുത്തു വെച്ചാൽ തീ കനലിനകത്ത് ചൂടുമുണ്ട് പ്രകാശമുണ്ട്, ഇതിനെങ്ങനെ വേർതിരിച്ച് മാറ്റി വെക്കും? അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത തോന്നിയതാണ്, ഖുർആനിനകത്ത് യേശു വചനവും ആത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ദൈവമാണ്. ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കയറി പിടിച്ചപ്പോൾ പിന്നെ എന്തിനാണ് യേശു മനുഷ്യനായി എന്നുള്ള ചിന്ത വന്നു. എന്തിനാണ് യേശു മനുഷ്യനായി? ഈ ചിന്തയിൽ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ 10:94 ഫഇൻ കുന്തും ഫീ ശക്കിൻ മിമ്മ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക. നിനക്ക് ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ ഖുർആനിന് മുമ്പുള്ള വേദം വായിച്ച ആളുകളോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും, തൗറാത്ത് സബൂർ ഇഞ്ചിൽ. അപ്പം ഞാൻ തീരുമാനം എടുത്തു ബൈബിൾ വായിക്കാം. അങ്ങനെ ഒരു ബസ് യാത്രയിൽ ബൈബിൾ എവിടെ പഠിക്കാമെന്ന് അടുത്തിരുന്ന ഒരു കന്യാസ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സിസ്റ്ററാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് വന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. പുതിയ നിയമം വായിക്കാൻ കിട്ടുന്നു അല്ല, വായിക്കാൻ കിട്ടിയില്ല. ഈ സിസ്റ്റർ അടുത്ത് നിന്ന് എന്നോട് പറയാണ്, ഞാൻ ചോദിച്ചു ബൈബിൾ പഠിക്കാൻ എന്താ വഴിയെന്ന്. ആള് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് തരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി പനക്കിലച്ചനെ കാണുന്നു. ആദ്യത്തെ ധ്യാനത്തിൽ കേട്ടത് എന്താണെന്നറിയോ? യോഹന്നാൻ 1:12 യേശുവിനെ സ്വീകരിക്കുന്നവർക്ക്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ കൃപ കൊടുത്തു. അതാണ് ആദ്യം എന്നെ മുട്ടുകുത്തിച്ച വചനം. കാരണം ഖുർആനിലെല്ലാം ഗുലാം എന്ന് വിളിച്ച ഗുലാം എന്ന് പറഞ്ഞ അടിമ, മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ അടിമകളാണ്, ദൈവം യജമാനമാണ്. ബൈബിളിൽ വന്നപ്പോഴേക്കും യേശുവിനെ സ്വീകരിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ മോനാണ്. അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ തന്നെ കൈ ഉയർത്തി ശ്രമിക്കാനൊക്കെ തുടങ്ങി. ഒരു കൊച്ചു അപ്പൻ്റെ മുമ്പിൽ, അന്ന് 18 വയസ്സും കൂടെ അല്ലേ ഉള്ളൂ. അപ്പൻ്റെ ഒന്നും സ്നേഹം കിട്ടാതെ വളർന്നുകൊണ്ട് കൈയൊക്കെ ഉയർത്തി ഞാൻ സ്തുതിക്കാൻ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ദൈവം എൻ്റെ പിതാവാണ്. യേശു ദൈവത്തിൻ്റെ ആത്മാവും വചനവും മനുഷ്യരൂപത്തിൽ വന്നത് അവൻ്റെ കുരിശുമരണം മൂലം എന്നെ മോനാക്കാനാണ്. അവൻ്റെ കുരിശുമരണം മൂലമാണ് നമ്മൾ മക്കളാവുന്നത്. അതായത് അവൻ്റെ പുത്രനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്, പുത്രനെ സ്വീകരിക്കാത്തവർ ദൈവത്തിൻ്റെ മക്കളാവില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയാണ്. നമ്മൾ പാട്ട് പാടാറില്ലേ, മാമോദീസ വഴിയങ്ങേ സുതരാനി വരെന്നോർക്കണമേ. അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും മറിച്ചൊരു ചിന്ത ഉണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്ന എന്തുകൊണ്ടെങ്കിൽ ഞാൻ ഈ വിവേചനം കാണിക്കില്ല. ക്രിസ്ത്യാനികളോട് മാത്രം ഒരു സ്പെഷ്യൽ സ്നേഹം, ബാക്കിയുള്ളവരുടെ സ്നേഹം അത് ഞാൻ കാണിക്കാറില്ല. കാരണം ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ ദത്തുമക്കളായി മാറി. ഞാൻ ആ കൂട്ടത്തിലാണ്. ഒരേ കാസപിലാസിയിൽ നിന്ന് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്ന രക്തബന്ധുക്കളാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. താങ്കളും ഞാനും ഒക്കെ രക്തബന്ധുക്കളാണ് എന്നും പറഞ്ഞിട്ട് ഹൈന്ദവരെ മുസ്ലിങ്ങളെ ഞാൻ മാറ്റി നിർത്തില്ല. കാരണം എന്നെ സൃഷ്ടിച്ച അതേ ദൈവമാണ് അവരെ സൃഷ്ടിച്ചത്. അവരേത് ദൈവത്തെ ആരാധിക്കുന്നെന്നോ ഏത് വിശ്വാസത്തിൽ പോകുന്നെന്നോ എനിക്ക് പ്രശ്നമില്ല. എന്നെ സൃഷ്ടിച്ച അപ്പനും അവരെയും സൃഷ്ടിച്ചതുകൊണ്ട് അവരും എൻ്റെ സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കും. അപ്പോൾ അവരുടെ മതവും ചിലപ്പോൾ കോട്ട് ചെയ്യും, അവരെയും കുറച്ച് സഹായിക്കും. വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഹൈന്ദവർക്ക് ഇഷ്ടംപോലെ, മുസ്ലിങ്ങൾക്ക് ഇഷ്ടംപോലെ, ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടംപോലെ. ഇതും കൂടെ കാണുമ്പോഴാണ് ഈ തീവ്ര ക്രിസ്ത്യാനികൾക്ക് ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇവൻ മൗദൂദിയാണോ? പ്രത്യേകിച്ച് വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം പോയി 9-ാം ദിവസം തറക്കല്ലിട്ട് 25 വീടിന്.
അവിടെ വീടെല്ലാം പോയത് മുസ്ലിങ്ങൾക്കായിരുന്നു. അതെ. അപ്പൊ ഇവർ വിചാരിച്ചു ഇവൻ മൗദൂദി മുസ്ലിങ്ങൾക്ക് മൊത്തം വീട് വെച്ച് കൊടുക്കുന്നത്. ഞങ്ങളവിടെ സഹായിച്ചതാണ്. അല്ല അത് അതെയോ. അങ്ങനെ അവസാനം ഞാൻ അവിടെ വീടുകൾ തീർത്ത് കഴിഞ്ഞപ്പോഴാണ് 26 വീടിൽ ഒരു വീട് മുസ്ലിമിനില്ല. കാര്യം പോയവരാരും എൻ്റെ അടുത്ത് ഇത് തന്നിട്ടില്ല. ഇത് തരണ്ടേ, ആപ്ലിക്കേഷൻ തരണ്ടേ, മുഴുവൻ ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും. അപ്പോഴാണ് ഈ കാസയൊക്കെ അന്ന് ഒരുപാട് അറ്റാക്ക് ചെയ്തു. ആ തറക്കല്ലിട്ട് അന്ന് തുടങ്ങിയതാണ്. ഒരു മാസത്തേക്ക് തറയിൽ നിർത്തിയിട്ടില്ല എന്നെ. കാര്യം അവർ വിചാരിച്ചത് മുസ്ലിങ്ങളെ സഹായിക്കാനാണ്. വീടെല്ലാം കൊടുത്ത് നമ്മൾ പേര് അനൗൺസ് ചെയ്തല്ലോ. വി ഡി സതീശൻ സാർ വന്നാണ് പേരൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അത് ആദ്യത്തെ ട്രിപ്പ് നെഞ്ചിയമ്മ വന്നു പേര് ഓരോന്ന് അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നെ അവരതിനെ കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇത് യോഹന്നാൻ കെ പി യോഹന്നാൻ സാർ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു, മെത്രാപ്പോലീത്ത പറഞ്ഞ പോലെ ഞാനിത് മരിക്കുന്നതുവരെ അനുഭവിക്കേണ്ടി വരും. ഏത് ഡിനോമിനേഷനിലാണ്? സീറോ മലബാർ സഭയിൽ തന്നെ ജോയിൻ ചെയ്യുക? ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് സീറോ മലബാർ സഭയിലാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുരിങ്ങൂർ പള്ളിയിൽ വെച്ചാണ് മാമോദിസ മുങ്ങിയത്. പിന്നീട് ഞാൻ ജിജിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് നാഗർകോവിലുള്ള ഒരു ശാന്തി ആശ്രമത്തിലാണ്, മുക്കടൽ ഡാം റോഡ്. അത് മലങ്കര പള്ളിയായിരുന്നു. അപ്പോൾ ഒരു 4-5 വർഷം മലങ്കരയായിരുന്നു പ്രാക്ടീസ് ചെയ്ത്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ സീറോ മലബാർ സഭയിൽ വന്നു. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പം മുരിങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഇംഗ്ലീഷ് ക്യാമ്പസിൽ 4 സെന്റ് സ്ഥലം ഞാൻ വിവാഹം കഴിച്ച് 3-ാം വർഷം വാങ്ങിയായിരുന്നു. അത് കഴിഞ്ഞൊരു അവിടെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അവിടെ അങ്ങനെ എല്ലാവർക്കും ഇല്ല. അതിന്റെ തുടക്കകാലം മുതലേ അവിടെ ഉള്ളവർക്കുണ്ടായിരുന്നു. അപ്പൊ അവിടെ താമസിച്ചാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞ 5-8 മാസം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ തോന്നുന്നു? 9 മാസമായിട്ട്. അപ്പം ഇപ്പോഴും ധ്യാനമൊക്കെ നടക്കുന്നുണ്ടോ? ധ്യാനം ഒന്നും ഇപ്പം നടത്തുന്നില്ല. മോട്ടിവേഷൻ സെമിനാറുകൾ നടത്തുന്നുണ്ടായിരുന്നു, സ്പിരിച്വൽ അല്ല. ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഡിവൈൻ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം 2018 വരെ. 18 ഞങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അപ്പോഴേക്കും ധ്യാന കേന്ദ്രത്തിൽ ഇതൊരു സെപ്പറേറ്റ് ആയല്ലോ എന്നുള്ള ചിന്ത വന്നു. അപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. 19 കോവിഡ് വന്നില്ലേ. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഡിവൈൻ്റെ പിന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടില്ല. വിവാഹം എങ്ങനെ ജിജിയെ കാണുന്നത് പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ജിജി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. 10 വർഷം മുന്നോട്ട് പോയി 2016-17 ഞാൻ അവളെ പതുക്കെ ഇച്ചിരി ക്ലാസ് എടുപ്പിച്ചു. എൻ്റെ ചാനലിൽ വന്നിട്ട് അവളെയും കൂട്ടിയിരുത്തി ക്ലാസ് എടുപ്പിച്ചു. കാര്യം അവൾക്ക് ക്ലാസ് എടുത്തൊരു ലഹരിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുമൊക്കെ വിട്ടോളൂ എന്നാണ് എൻ്റെ ചിന്ത. ഓരോരുത്തർക്ക് ഓരോ 2003 അത് കഴിഞ്ഞ് കുഴപ്പമില്ലാതെ ഡിവൈൻ തന്നെ താമസം വീടായില്ല. 3 വർഷം കൊണ്ട് വീടായി. 2005 അപ്പം താമസിക്കുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നു, അവള് വീട്ടിലെ ജോലി ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഡിവൈനിന്റെ പുറത്തൊക്കെ പോകും. പല രാജ്യങ്ങളിൽ പോയി, ഒത്തിരി രാജ്യങ്ങളിൽ പോയി. ഞാൻ 10 ഭാഷകൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ പോകാം. ഇപ്പൊ തമിഴ്നാട്ടിൽ പോകാം, കർണാടകയിൽ പോകാം, ആന്ധ്രയിൽ പോകാം, മഹാരാഷ്ട്രയിൽ പോകാം. സുവിശേഷം മാത്രമായിരുന്നു അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 2017 ജിജിയെ ഇങ്ങനെ 16 ജിജിയെ ഇങ്ങനെ പ്രസന്റിപ്പിച്ച് തുടങ്ങിയപ്പോൾ പതുക്കെ മോട്ടിവേഷനിലേക്ക് അതിന് മുമ്പ് അങ്ങനെ നിങ്ങൾ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. യെസ്. സുവിശേഷ പ്രസംഗത്തിൽ ലോകം മുഴുവൻ പോകാറുണ്ട്. യെസ്. അങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോയി? 2016 വരെ അല്ല, 2019 വരെ പോയി. 2016 ജിജി നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോഴേക്ക് 2 പിള്ളേർ വളർന്നു വലുതായല്ലോ. കാര്യം കൊച്ചുങ്ങൾ 2005-ലും 2006-ലും ആയിട്ടുണ്ടായി. പിന്നെ കുഴപ്പമില്ലാതെ പോവാം. വലിയ ഒരു പ്രശ്നം കാര്യമായിട്ട് വലിയ വഴക്കോ ബഹളോ ഒന്നും ഞങ്ങൾ തമ്മിലില്ല. കാരണം മദ്യമൊക്കെ നിയന്ത്രിച്ചു, ഒന്ന് സോൾവ് ചെയ്ത് നിർത്തി, എല്ലാം ക്ലിയർ ആയി. അന്ന് ആ കാലങ്ങളിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ അതൊക്കെ കുറച്ച് ബീർ ഉപയോഗിച്ച് അവസാനം അതിന് നിന്നു, കംപ്ലീറ്റ് നിന്നു, ഒന്നുമില്ലായിരുന്നു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ 2016 ക്ലാസ് എടുപ്പിക്കാൻ തുടങ്ങി. 2018 പ്രളയ സമയത്ത് ഇവള് വീട്ടിലെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അല്ല, എൻ്റെ വീട് വെള്ളത്തിൽ പോയായിരുന്നു. എനിക്ക് തോന്നുന്നു താങ്കളും അത് ഇട്ടായിരുന്നു എന്നൊക്കെ ഉണ്ട്. വെള്ളത്തിൽ പോയി മൊത്തം ചെളിയായി. അപ്പോൾ അത് സന്തോഷത്തോടെ ഫ്രിഡ്ജൊക്കെ മറന്നു കിടന്നിട്ടും സന്തോഷത്തോടെ ഞങ്ങളതിനെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നൊരു വീഡിയോ. അപ്പം ഞാൻ വീഡിയോ പിടിച്ചു, അവളെ കൊണ്ട് പറയിപ്പിച്ചു. ഇത് അപ്ലോഡ് ചെയ്തതോടുകൂടി ജിജി മാരി പെട്ടെന്ന് ഫേമസ് ആയി. അവൾക്ക് ഒരു ചാനൽ അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ആ ചാനലും കുറച്ച് റീച്ചൊക്കെ കിട്ടി. ചാനലിൽ നിന്ന് ഇച്ചിരി കാശൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ 2018 പതുക്കെ ഇച്ചിരി വെള്ളമടിക്കേണ്ടി തുടങ്ങി. കാരണം അവൾക്ക് സ്വന്തമായി കാശായി, സ്വന്തമായി പേരായി, സ്വന്തമായി ഫോളോവേഴ്സായി. ഒരു ചെറിയ ഈഗോ കയറി തുടങ്ങി. അന്ന് ഈ സാംസൺ എൻ്റെ ഡ്രൈവറാണ്. ആൾക്കറിയാം. അന്നൊക്കെ ധ്യാനത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. വല്ലപ്പോഴും ഇച്ചിരി വെള്ളം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വയലുണ്ട്. ഇവരൊക്കെ വഴക്ക് പറയും, തല്ലും, അങ്ങനെയാവും. അത് കഴിഞ്ഞ് 2019 ട്രസ്റ്റായി. ട്രസ്റ്റിൻ്റെ ജോയിൻറ്റ് മാനേജിങ് ട്രസ്റ്റിക്കും തുല്യ അധികാരമെന്ന് വന്നുപോയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഇതേപോലെ 2 ചെയറാണ്, തുല്യ അധികാരമാണല്ലോ. അവിടെ ഈഗോ ക്ലാഷ് ഭയങ്കരമായിട്ടാണ്. ഒരേ സ്റ്റേറ്റിൽ 2 ചീഫ് മിനിസ്റ്റർ തുല്യ അധികാരത്തോടെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കും?
മനസ്സിലായി. 2019 തുടങ്ങിയല്ലോ. 18 രജിസ്റ്റർ ചെയ്ത് 19. അവിടെ മുതൽ ഞങ്ങൾ ചെറിയ ചെറിയ വരസലും പ്രശ്നങ്ങളും തുടങ്ങി. ഈ ട്രസ്റ്റിന്റെ ആദ്യകാലത്തെ പ്രവർത്തനം എന്തായിരുന്നു? ട്രസ്റ്റ് തുടങ്ങിയതിൻ്റെ ചരിത്രം തന്നെ എനിക്ക് വിദേശത്തൊക്കെ ഒത്തിരി യാത്ര ചെയ്തതുകൊണ്ടും മറ്റും എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇച്ചിരി കാശ് വന്നു തുടങ്ങി. അന്ന് കുറച്ച് കൂടുതൽ എൻ്റെ അല്ല ആദ്യം ഉണ്ടായിരുന്നു. അതിലാണല്ലോ കൂടുതൽ ഫോളോവേഴ്സ്. ജിജിക്ക് അന്നൊന്നും അത്ര കാശ് തുടങ്ങിയില്ല. ചെറിയ 10,000-15,000 ഒക്കെ കിട്ടുള്ളായിരുന്നു. എനിക്ക് തന്നെ ലക്ഷങ്ങൾ 4-5 ലക്ഷമൊക്കെ കിട്ടിയ മാസങ്ങളിൽ. അപ്പോൾ ഇതിൽ നിന്ന് കാശ് എടുത്തിട്ട് ഒരു വീട് പണിത് കൊടുക്കണം എന്നൊരു കൊതി, എൻ്റെ ഉള്ളിലൊരു കൊതി. കാരണം എൻ്റെ വീടെല്ലാം പോയി അതെനിക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു വീട് പണിത് പത്രത്തിലൊരു പരസ്യം കണ്ടു, ഒരു ടാർപ്പാളി ഷെഡ് ഇങ്ങനെ, എന്നിട്ട് 4 സ്ത്രീകൾ എൻ്റെ അടിയിൽ ചെളിയിൽ കിടക്കുന്നു, അടുത്ത് പട്ടിയൊക്കെ. കൊമ്പത്ത് കടവ് സുലോചന എന്ന് എന്താ പറഞ്ഞു. ഞാൻ ഈ സാംസങ്ങിന് അത് പ്രിൻ്റ് എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പത്രത്തിൻ്റെ പീസ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ജെന്യൂനാണെന്ന് അന്വേഷിക്കാം. ആളാ നാട്ടിൽ പോയി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ കണ്ടു, ആ വീട് കണ്ടുപിടിച്ചു, ജെന്യൂനാണെന്ന് മനസ്സിലായി. അജ്മൽ 2018 തുടക്കത്തിൽ ഞാൻ ധ്യാനം നടത്തുമായിരുന്നു കോട്ടയത്ത് എവിടെയോ, ചങ്ങനാശ്ശേരിയിൽ. അജ്മൽ ആ ധ്യാനത്തിന് വന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവന് യേശു ദൈവമാണെന്ന് ബോധ്യമായി. കാരണം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് അങ്ങനെയാണ്. യേശു ദൈവമാണെന്ന് ബോധ്യമായി. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മാമോസമാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു 2 വർഷം ഇവനെ കൂടെ കൊണ്ടുനടന്ന് അവൻ മാമോസം വന്നു. അവൻ്റെ ഭാര്യയും മാമോസം വന്നു, കൊച്ചു മാമോസം വന്നു. അവരിപ്പോൾ ആളൂർ ഇടവകയിൽ, സെൻറ്റ് ജോസഫ് ഇടവകയിൽ ഇടവകാംഗങ്ങളുമാണ്. വളരെ പ്രാക്ടീസിങ് കാറ്റഗറി. എൻ്റെ കൂടെ ഡ്രൈവർ മാത്രമല്ല, ക്യാമറാമാനുമായിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും അവൻ എന്നെ സഹായിക്കും. ട്രസ്റ്റ് തുടങ്ങിയത് ഈ വീട് പണിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് വീട് പണിത് കൊടുത്തല്ലോ കൊമ്പത്തിക്കടവ് സുലോചനക്ക്. അപ്പോൾ ഈ അജ്മൽ എന്ന് പറയുന്ന സാംസനാണ് എന്നോട് ചോദിക്കുന്നത്, ബ്രദറിന് ഇത്രയും ബന്ധങ്ങൾ ലോകം മുഴുവനും ഇല്ല, ഒരു ചാരിറ്റബിൾ അല്ലല്ല എല്ലാം എൻ്റെ കാശ്. അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക് വരുമാനം, വിദേശത്ത് പോയിട്ട് കിട്ടുന്ന അന്ന് 6 ലക്ഷം രൂപ. ഒരു കൊള്ളാവുന്ന വീട് തന്നെയാണ് പണിത്. അതാണ്. അതൊന്നും അന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല, നമുക്ക് പേഴ്സണലി എടുത്ത് മുടക്കി പണിത് കൊടുത്തു. പക്ഷെ പണിത് കൊടുത്തപ്പോൾ ഇവൻ ചോദിച്ച ചോദ്യമാണ്, കൂടെ ഡ്രൈവർ ചോദിക്കുന്ന ചോദ്യമാണ്, ബ്രദറിന് ഇത്രയും ബന്ധങ്ങളില്ലേ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സുതാര്യമായിട്ട് നന്നായിട്ട് ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ അങ്ങനെ ഒന്ന് ചെയ്യാം. അവനോട് തന്നെ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ, ബയോലോസ് ഒക്കെ നീ എവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് മീൻസ് അതിന് വേണ്ട പേപ്പർ വർക്കുകൾ ഉണ്ടാക്കണം. അന്ന് ബയോലോസ് എന്ന വാക്ക് പോലും എനിക്കറിയില്ല ട്രസ്റ്റിനെ കുറിച്ച്. ഇവനാണ് പിന്നീട് പല വക്കീൽമാരെ പോയി കണ്ട് പല ഓഫീസിൽ പോയിട്ട് ബയോലോസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ബയോലോസ് കൊണ്ടുവന്നപ്പോൾ ഇവൻ പറഞ്ഞൊരു 3 പേര് മിനിമം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്, നീയും ഉണ്ട്, ജിജിനെ ഇടാം, നമ്മൾ 3 മതി എന്ന് പറഞ്ഞു. ജിജി എടുത്ത് പോയി അത് പറഞ്ഞപ്പം സമ്മതിച്ചില്ല. ഡ്രൈവറായി വന്നവനെ ഒന്ന് മെമ്പറാക്കാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ആരെടുക്കും, മിനിമം ഒരു 3 പേര്. എൻ്റെ അപ്പനും അമ്മ എടുത്തോളാം. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫാമിലി ട്രസ്റ്റ് ആയിപ്പോയി, ഞാൻ നീ അപ്പൻ അമ്മ, അത് ശരിയാവില്ല, സോഷ്യൽ ട്രസ്റ്റ് ആവണമല്ലേ, ജനം വിശ്വസിക്കില്ല, നമുക്ക് അജ്മലിനെ തന്നെ സാംസങ് പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. ഇവൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു മോശമായ അർത്ഥത്തിലല്ല, ക്ലോസ് ഫ്രണ്ട്സ്, മനസ്സിൽ പങ്കിടുന്ന ഒരു ഫ്രണ്ട്, ആൽബി എന്ന് പറയും, ആൽബിയും കുഞ്ഞുമൻ കോട്ടയം. അവനിട്ട ഞാൻ പറയുന്നത് അവൻ അനുസരിച്ചോടും, നമുക്കൊരു ഇടങ്ങാറുണ്ടാവില്ല, അവനിട്ടോളാൻ പറ്റും. അങ്ങനെ അവനെയും കൂടി ഇട്ടു. അപ്പോൾ ഒരാൾ പുറത്തുനിന്നുള്ളവർ സോഷ്യൽ എന്ന് തോന്നും, പക്ഷേ ബാക്കിയെല്ലാം ഫാമിലി. പ്രശ്നം പറ്റിയത് തുല്യ അധികാരം ഇതിനകത്ത് എഴുതി ചേർത്തു. അവളുടെ അനുജത്തിയുടെ ഭർത്താവാണ് അത് എഴുതി ചേർത്തത്. ഞാൻ അറിയുന്നത് രജിസ്ട്രാർ വായിക്കുമ്പോഴാണ്. ഓഫീസിൽ വന്ന് തുല്യ അധികാരമായതുകൊണ്ട് എന്ത് വിഷയം വരുമ്പോഴും ജിജി, അപ്പൻ, അമ്മ, ആൽബി ഒറ്റക്കെട്ടായി നിൽക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെട്ടിക്കളഞ്ഞു, ചിറകല്ലാണ്ട് വെട്ടി. ഞാൻ നോക്കിയപ്പോൾ ആ ബഹളത്തിൻ്റെ ഇടയിലും ചെല്ലാനും കടപ്പുറത്താണ് 10-18 വീട് വെച്ച് കൊടുക്കാൻ പറ്റി. 10,000 കണക്കിന് ആളുകൾക്ക് മരുന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റി. ഇത്രയും നന്മ നടക്കുമ്പോൾ എൻ്റെ ഒരു ഈഗോ കൊണ്ട് ഇത് പോകണമെന്ന് ഞാൻ വിചാരിച്ചു. നന്നായിട്ട് ജനം തരാം. കാരണം കോവിഡ് കാലത്ത് മരുന്ന് കൊടുക്കുന്ന വീഡിയോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനം ഇങ്ങനെ കാശിടാൻ തുടങ്ങി ട്രസ്റ്റിലേക്ക്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ഈഗോ കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കോവിഡ് ക്വാറന്റൈൻ സമയങ്ങളിൽ ഹാർട്ട്, കിഡ്നി, ലിവർ രോഗികളുടെ ലിസ്റ്റ് ഓൺലൈനിലൂടെ നമ്മൾ അനൗൺസ് ചെയ്ത് വാങ്ങി അവരുടെ മരുന്ന് 5,000, 10,000, 20,000 മരുന്ന് വാങ്ങി അവരുടെ വീടുകളിൽ എത്തിച്ചു. ഇവരെല്ലാം എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നു, വണ്ടിയിൽ യാത്ര ചെയ്യാൻ എൻ്റെ കൂടെ വന്നവർ. അതിൻ്റെ ഇടയിലാണ് ഒരു 50,000 രൂപയുടെ മരുന്നുമായിട്ട് ചെല്ലാനത്തൊരു കുടുംബത്തിൽ ചെല്ലുകയാണ്. 3 പേർക്ക് ലിവർ രോഗം, 50,000 രൂപ മാസം വേണം. സങ്കടം കേട്ടിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് കടലടിച്ചിട്ട് വീടുകളെല്ലാം തകർന്നു വെക്കുന്നത്. ഒരു വീട് പണിയാൻ ഒരു വീഡിയോ ആയിട്ട് അനൗൺസ് ചെയ്തപ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് 18 വീട് ജനങ്ങൾ തന്നു. വീട് ട്രസ്റ്റിൽ വന്ന കാശനുസരിച്ച് അപ്പം പണിത്.
അത് കഴിഞ്ഞിട്ട് കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ പോയി ഒരു വീട് വിചാരിച്ചത് 5-8 വീട് അവിടെയും പണിതു. ഇപ്പോൾ വയനാട്ടിൽ അങ്ങനെയാണ്. ഇത് കൂടാതെ ഒരുപാട് വീടുകൾ വെച്ചു, നൂറുകണക്കിന് വീടുകൾ, 200-200 മേലെ വീടുകൾ കാണാം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്ര എണ്ണം, എന്തായാലും അത്രയും വീടുകൾ വെച്ചു. ഇതെല്ലാം ട്രസ്റ്റിലേക്ക് പണം വരുന്നു. ട്രസ്റ്റിൽ ജനങ്ങൾ പണം ഇടുന്നു, നമ്മളതെടുത്ത് ചെയ്യുന്നു. നിങ്ങൾ വിദേശത്തൊക്കെ പോയപ്പോഴും കിട്ടുന്ന പണം ഉണ്ടായിരുന്നു? വിദേശത്ത് പോയി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പണമേ സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ, കൊണ്ടുവന്നിട്ടുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഫണ്ട് വന്നതോടുകൂടി ട്രസ്റ്റിന്റെ കൺട്രോള് ജിജിയുടേതായി? കംപ്ലീറ്റ് കൺട്രോൾ ജിജിയുടെയല്ല. ഞാൻ ഫൈനാൻസിലൊന്നും ഇടപെടാറില്ല, അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടോ പ്രശ്നം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രശ്നം ആരംഭിക്കുന്നത് 2000 ആദ്യം മുതൽ അസ്വസ്ഥതയുണ്ട്. ഈ ഒരു ഈക്വൽ അധികാരമായതിൻ്റെ ഒരു അസ്വസ്ഥത ആദ്യം മുതലേ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അത് ഞാൻ ക്ഷമിച്ചു വിട്ടു. കാരണം എൻ്റെ കുടുംബം തന്നെയല്ലേ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ, അങ്ങനെ പോയത് നന്മ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ 2022 ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അവിടെയുള്ളൊരു സ്റ്റാഫിനെ, തിരുവനന്തപുരംകാരനാ, ജിജി തല്ലി. സന്തോഷ് ജനറൽ മാനേജർ തല്ലിയിട്ട് ഇവന്റെ ചെവി. ജിജി നേരെ കസിൻ, ജിജിയുടെ അപ്പന്റെ പെങ്ങളുടെ മോനാണ്. അവിടെ നടക്കുന്ന ചില വിഷയങ്ങൾ അവൻ എന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. ഈ സന്തോഷ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി, ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി MLC ആക്കി, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസാക്കി. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പോലീസുകാർ എന്നോട് പറഞ്ഞു, ചെയ്യില്ല സാറേ, കാരണം നമ്മുടെ ഈ പ്രസ്ഥാനം വളർന്നു വരുന്നേ ഉള്ളൂ. അന്നത്തെ അവിടുത്തെ പോലീസുകാരൊക്കെ നല്ല മനുഷ്യരായിരുന്നുണ്ട്, ചെയ്യില്ലെന്ന്. അപ്പോൾ അങ്ങനെ പുറത്ത് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന കസിൻ ജിജിയോട് 5 ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചു. ജിജിയുടെ കയ്യിൽ അത്ര കാശില്ല. അവൾ എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ കയ്യിൽ അത്ര കാശില്ല. ഞാൻ പറഞ്ഞു, നീ തല്ലി പൊട്ടിച്ച് നീ എന്തിനും ചെയ്യണം, ഇവിടെ നിന്ന് കടം മേടിച്ച് ചെയ്യാൻ ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ടല്ലോ. ഞാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കോമ്പൻസേഷൻ ട്രസ്റ്റിന് കൊടുക്കുന്നത്, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവൾ ട്രസ്റ്റിന് ചോദിച്ചു, ഞാൻ തരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് ഭയങ്കര വയലൻ്റ്. പക്ഷേ പിറ്റത്തെ വർഷം ഓഡിറ്റർ, ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണമല്ലോ, ഓഡിറ്റർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു 2.5 ഇന്ന ആൾക്ക് പോയി അതിൻ്റെ ഡീറ്റെയിൽ എന്നാ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പോയി, തകർന്നു പോയി സത്യത്തിൽ. കാരണം അപ്പോൾ എങ്ങനെ ഒപ്പിട്ടെന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവർ എൻ്റെ കള്ള ഒപ്പിട്ടിട്ട് ചെക്കുന്നുണ്ടോ പാസ്സാക്കി. 2 പേരും ഒപ്പിടുന്നത് എൻ്റെ കള്ള ഒപ്പാണിട്ട് അത് പാസ്സാക്കി. അവിടെ ഞാൻ തകർന്നു. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഈ ഈക്വൽ അധികാരവും ഒപ്പധികാരവും വേണ്ട. 10 പൈസ കട്ടാലും ആന കട്ടാലും അടക്ക കട്ടാലും അതിനെ ഞാൻ ഒരുപോലെ കാണുന്നവരാണ്. കാരണം ജനങ്ങൾ വേർത്തിട്ട് നമുക്ക് തരുന്ന, നമുക്കല്ല ഈ പ്രസ്ഥാനത്തിന് തരുന്നത്, അത് നീതിയോടെ ചെയ്യണം. കാരണം ഞാൻ ട്രസ്റ്റ് തുടങ്ങുമ്പോഴേ ഈ സാംസനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുടങ്ങുന്നത് ഒരു മാതൃകാ ട്രസ്റ്റ് ലോകത്തിന് കാണിക്കാനായിരിക്കും എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്കൊരു സങ്കടമായി, ഇത്രയും കാശിങ്ങനെ. അത് എനിക്ക് 10,000 ആണെങ്കിൽ പോലും സങ്കടപ്പെടും. പക്ഷെ 5 ലക്ഷം എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല, ഒരു വിധ. അത് വഴക്കായപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇവൾക്ക് അധികാരമില്ലാത്ത ഒരു ട്രസ്റ്റ്, ഇവളുടെ കുടുംബത്തിന് ആധിക്യമില്ലാത്ത ഒന്ന് തുടങ്ങണം. അപ്പോൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാനായിട്ടൊരു വക്കീലുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ രജിസ്ട്രാർ ഓഫീസ് ചെയ്യുന്നു, ഒരു NGO ചെയ്യും. ഞാൻ ചോദിച്ചാൽ അതെന്താ? അത് കമ്പനി ആക്ടിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ MCA പോർട്ടലിൽ ചെയ്യുന്നത്. അതിന് സുതാര്യത കൂടുതൽ. അതിന് ഈ പറഞ്ഞ ചെറിയ ചെറിയ പേപ്പർ വർക്കുകളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നടക്കും. എന്ന് പറഞ്ഞാൽ 12A, ATG, FCRA ഒക്കെ ലൈസൻസുകളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും എന്ന് വക്കീൽ പറയും. നിയമം എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഇത് കമ്പനി ആക്ടിലായതുകൊണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കമ്പനിയാണ് പ്രതി. നിങ്ങൾക്കൊക്കെ ഓരോ, ഇപ്പോൾ കമ്പനിയിലെ ജനറൽ മാനേജർ തെറ്റിയതാൽ അയാളാണ് പ്രതി, കമ്പനിയിലെ ഒരു ഡയറക്ടർ തെറ്റിയതാൽ അയാളാണ് പ്രതി. പക്ഷേ ട്രസ്റ്റ് ആകുമ്പോൾ ഒരാൾ തെറ്റിയതാൽ ചിലപ്പോൾ എല്ലാവരും പ്രതികളാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ സാധാരണ പ്രൈവറ്റ് സാമ്പത്തിക ലാഭം നഷ്ടമുള്ള സ്ഥാപനങ്ങൾ അല്ല. കമ്പനി ആക്ടിൽ NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് താങ്കളുടെ ആ വീഡിയോ കണ്ടപ്പോൾ ട്രസ്റ്റിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഇവര് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ താങ്കളെ നേരിട്ട് കാണണം തീരുമാനിച്ചത്. കാരണം എനിക്കൊരു വിശ്വാസത തോന്നിയത് കമ്പനി ആയതുകൊണ്ട്. ഇത് കമ്പനി ലാഭത്തിന് വേണ്ടി ഒരിക്കലും അല്ല. ഇത് NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. എന്റെ അറിവില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു സാധനമുണ്ട്. അതിൽ ഒരിക്കലും പ്രോഫിറ്റിനുള്ള ഒരു കാര്യം ചെയ്യാനും പാടില്ല. ചെയ്താൽ അതിന്റെ ലൈസൻസ് ഓൺ ദ സ്പോട്ടിൽ ഓൺലൈനിൽ കട്ടാവും. ഓൺലൈനിൽ, അതായത് നമ്മൾ ഇപ്പൊ സൊസൈറ്റി അല്ല, കമ്പനിയാണ്, ബട്ട് കമ്പനി ഈസ് NGO ആണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല, NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അതായത് എന്നാൽ തെറ്റാണ്. അത് കമ്പനി ആക്ട് ആണ്, കമ്പനിയുടെ നിയമങ്ങൾ. വെരിഫൈ ചെയ്യാം. കമ്പനി ആക്ട് NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. 1 രൂപ ഞാൻ മനസ്സിലാക്കിയത് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് നമ്മളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. ഏറ്റവും സുതാര്യതയോടെ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ NGO ആണ്.
മാത്രമല്ല എല്ലാ പേപ്പർ വർക്കുകളും ഇത് കമ്പനി ROCയുടെ കീഴിലാണ് ഇത് ആർ ഒ സിയുടെ കീഴിൽ തന്നെയാണ് രജിസ്റ്റർ. ROCയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്, പക്ഷേ NGO ആണ്. അതിൻ്റെ ബയോലോസിൽ നമ്മൾ ട്രസ്റ്റിന് ഉണ്ടാക്കുന്ന അതേ ബയോലോസ് അതിൽ അപ്ലോഡ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ നിയമത്തിൽ ₹1 പ്രോഫിറ്റ് ആർക്കും എടുക്കാൻ അനുവാദമില്ല. അതാണ് വെരിഫൈ ചെയ്യണം. ഇനി വെരിഫൈ ചെയ്തിട്ട് സാറേ വെരിഫൈ ചെയ്തിട്ട് അല്ല എന്ന് തോന്നിയാൽ ഞാൻ ഈ സാധനം ഓൺ ദ സ്പോട്ട് പിടിച്ചു. അത് വാക്കാണ്. ഒരു ആശങ്ക അത് മാത്രമായിരുന്നു. അല്ല അത് അങ്ങനെ വെരിഫൈ ഓക്കെ മനസ്സിലായി. അങ്ങനെ അല്ല എന്ന് സാറ് 24 ഞാനും സാറും പിന്നെ സാംസങ്ങും ഉള്ളത്. ആദ്യത്തെ നേരത്തെ ചെയ്തു. 24 ഇത് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചപ്പം ജിജി അമ്പിനും മില്ലിനും അടുക്കില്ല. ജിജി പറഞ്ഞു പുറത്തുനിന്ന് ഒരാളും പാടില്ല, ഞാൻ ചേട്ടായി എൻ്റെ അമ്മ. അങ്ങനെ NGOയും കമ്പനി ആക്ട് രജിസ്ട്രേഷനും കുടുംബ ഇത്ര ഒരു പശ്ചാത്തലമുണ്ട്. ജിജിയുടെ കൺട്രോളിലാണ് പോകുന്നത്, സാമ്പത്തിക തിരിമറി നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അറിയാണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് അതിന് സംബന്ധിച്ചത്? ഒരു ഭർത്താവായി ആ സാമ്പത്തിക തിരിമറിയുടെ പശ്ചാത്തലത്തിലാണല്ലോ നിങ്ങൾ ഇത് പരിഹാരം പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു തരുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, അത് എന്താണ് സിനാരിയോ എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, എനിക്ക് എൻ്റെ സമുദായമില്ല, എനിക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല. ഇവർ കഴിഞ്ഞ 21 വർഷമായിട്ട് എന്നെ ഇച്ഛ വരപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നതിന് ഇന്നലെ ഒരു ഇൻ്റർവ്യൂന്ന് ഒരു ചാനലുകാരൻ വന്നു. അപ്പോൾ ചാനലുകാരൻ ജിജിയെ വിളിച്ചപ്പോൾ പറഞ്ഞേ ഞാൻ എന്ത് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല, എന്ത് ഞാൻ വിളിക്കുന്നിടത്ത് മാരിയോ വരും, ഞങ്ങൾ ഒന്നിച്ച് ലൈവ് ഇടും, താങ്കൾ ഇട്ട വീഡിയോ വേസ്റ്റ് ആവും, താങ്കൾ മണ്ടനാവും പറഞ്ഞു ഒരു ചാനലിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം. അതാണ് ജിജി. അതായത് എനിക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് മൗദൂദിയിൽ നിന്ന് ചാപ്പയങ്ങ് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആകെ പേടിച്ചിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ചാപ്പ കുത്തുന്നത് അവൻ മെൻ്റലാന്നും കൂടെയാണ്. ഇതാണ് പ്രശ്നം. ഇതാണ് ഇപ്പൊ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ചികിത്സിച്ചത് പറയാം, അത് പറയണം, അത് രഹസ്യം. ചികിത്സിച്ചത് പറയാം, കേട്ടോ. ജിജി വല്ലാതെ മദ്യപിക്കുന്നതുകൊണ്ട് ഇവളെ ഒന്ന് ചികിത്സിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് എനിക്കൊരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. അല്ലാതെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകും. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ തന്നെ ഒരു ഡോക്ടറിനെ അറേഞ്ച് ചെയ്യാൻ. എന്നിട്ട് ചെന്നൈയിൽ അവളൊരു ഡോക്ടറിനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞാനും ജിജിയും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ആദ്യം ഡോക്ടറിനോട് കാര്യം പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജിജി ഡോക്ടറിനെ വിളിച്ചിട്ട് ഓൾറെഡി ചേട്ടായിക്ക് പ്രശ്നം തന്നെ പറഞ്ഞു, എൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ താങ്കളോട് പറഞ്ഞോളൂ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇവരെന്നെ ഇച്ഛായിഞ്ഞ വരക്കുന്നു, മാനസികമായിട്ട് നല്ല പ്രശ്നം എനിക്കുണ്ട്. അത്ര ഇച്ഛായിഞ്ഞ വരക്കാൻ എന്താ കാരണം? അവൾ മദ്യപാനിയാണ്, ഇങ്ങനെയാണ്, അപ്പോൾ അവളെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ താങ്കളെ എങ്ങനെ സഹായിക്കണമെന്ന് ചോദിച്ചു. ഇത് 2 വർഷം ആയി. ഞാൻ ഡോക്ടർ ചോദിച്ചു താങ്കളെ ഞാൻ എങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞു ജിജിക്ക് മരുന്ന് കൊടുക്കണം. അപ്പം എന്നെ പെട്ടെന്ന് നടക്കില്ല, എന്താ വഴിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ജിജിയുമായിട്ട് സംസാരിക്കുക, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു. ഞാൻ മാറി നിന്നു. ജിജി പോയി സംസാരിച്ചു. അപ്പോൾ ആളെ പറഞ്ഞു കൊടുത്തു മാരിയോയ്ക്ക് ഈഗോയാണ്, അത് കോംപ്ലക്സ് ആണ്, ഈഗോയൊക്കെ ഒന്ന് മാറ്റണം, അതിനെ മരുന്ന് കൊടുക്കണമെന്ന് ജിജി ആളോട് പറഞ്ഞു. ഡോക്ടറിനെ തിരിച്ചു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ മാരിയോയ്ക്ക് കഴിവില്ല, ഈഗോയാണ്, കോംപ്ലക്സ് ആണ് എന്നല്ല പറഞ്ഞാൽ 1-2 മാസം ജിജിയോട് ഓഫീസിൽ നിന്ന് മാറി തന്നു. എന്ത് സ്മൂത്തായിട്ട് ഞാനിത് നടത്തി തരുന്നു പറഞ്ഞു. ഡോക്ടർ ജിജിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കണം, മാരി ഒറ്റയ്ക്ക് നടത്തട്ടെ. ഇത് കേട്ട ജിജി ഓഫീസിൽ വന്ന എല്ലാ സ്റ്റാഫുകളോട് ഞാൻ 1 മാസം ലീവെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് പുറത്തുപോക്ക് അമേരിക്കയിൽ പോയി. 3 മാസം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. ആ 3 മാസം ഞങ്ങൾ നടത്തിയ പ്രോഗ്രാം ഈ 5 വർഷത്തിൽ അത്രയും നന്നായിട്ട് ഒരു പരിപാടി നടത്തിയിട്ടില്ല. ആ സംഭവത്തെ കുറിച്ച് ഞാനോട് ജിജി പറഞ്ഞ വേഷം ഞാൻ പറയട്ടെ. നമ്മളിത് വന്നുകൊണ്ടാണ് പറഞ്ഞു ജിജി എന്നോട് പറഞ്ഞത് അറിയാം. അതായത് നിങ്ങൾ ഒരുമിച്ച് ഫിലോകോലിയ ട്രസ്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നു, നന്നായി പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു. അങ്ങേരിക്കവേ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇവരെയൊക്കെ കൂട്ടി ദേവസ്യ സാറിനെയും അജ്മലിനെയൊക്കെ കൂട്ടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഈ വിവരം നിങ്ങൾ മറച്ചു വെക്കുന്നു. എന്നിട്ട് ജിജി അമേരിക്കയ്ക്ക് നിർബന്ധിച്ചു വിടുന്നു. വിമാനത്തിൽ കയറിയതിന് ശേഷം എനിക്ക് തിരിച്ചു പോലും ഇറങ്ങാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് ഈ വിവരം പറയുന്നത്. സത്യമാണ്. അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞുതരാം. ഞാനും അമ്മയും ജിജിയും 2024 തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്തു. ഞാൻ ഇനാക്റ്റീവ് ആക്കി വെച്ചു. കാരണം അതുകൊണ്ട് ഗുണമില്ല. താങ്കൾ ചോദിച്ച അതേ ചോദ്യം, ഇത് ആക്ടിവിറ്റി ഗുണമില്ല, ഗുണം തന്നെയല്ലേ. 1 വർഷം ഇത് ഇനാക്റ്റീവ് ആക്കി വെച്ചു. ബാങ്ക് അക്കൗണ്ട് പോലും തുടങ്ങാതെ അത് മരവിപ്പിച്ച് വെച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ വക്കീൽ ഇത് രജിസ്റ്റർ ചെയ്തെന്ന വക്കീൽ വന്നിട്ട് കമൻസ് ചെയ്യണം, ഇല്ല എങ്കിൽ ഭയങ്കര ഫൈനായി, ഇത് കമ്പനിയാണ്, നിങ്ങളുടെ ട്രസ്റ്റ് പോലെ അല്ല, ഈ പരിപാടി നടക്കില്ല, കമൻസ് ചെയ്യാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, കാരണം ഇതിലിങ്ങനെ നിർത്തിയിട്ട് എനിക്ക് ഗുണമില്ല, അത് ഡിസോൾവ് ചെയ്തോളാം പറഞ്ഞു, ക്യാൻസൽ ചെയ്യും.
അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ 3 പേരും രാജി തരണം, രാജി മേടിച്ച് ഞാൻ ക്ലോസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഞാൻ രാജി എഴുതി, ജിജിക്ക് കാണിച്ചപ്പോൾ ജിജി എഴുതി. യെസ്, അതെ, അമ്മക്ക് കൊടുത്തപ്പോൾ അമ്മ എഴുതി. ഇതെഴുതി ഈ രാജി ഞാൻ വക്കീലിന് കൊടുത്തപ്പോൾ വക്കീൽ എന്നോട് ചോദ്യം ചോദിച്ചു, ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നത് മനോഹരമായൊരു പേരല്ലേ, ലോകം മുഴുവൻ ഇപ്പം അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്, ആ പേരെനിക്ക് കിട്ടൂല കമ്പനി ആക്ട് രജിസ്ട്രേഷനിൽ, എത്രയോ വർഷം കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ, ഇത് ക്യാൻസൽ ചെയ്താൽ ആ പേര് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്താ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇവർ രണ്ടുപേരെയും ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചതിച്ചതാണ്. ഒന്ന്, അജ്മലിനെ കൂട്ടാന്ന് ഞാൻ പറഞ്ഞ എല്ലാ പേപ്പർ വർക്കും ചെയ്ത് അവന് വേണ്ടുന്നത്. മാഷിന് ട്രസ്റ്റിന് ആദ്യം സ്ഥലം വാങ്ങും, 15 ലക്ഷം രൂപ തന്നാലും നിങ്ങളെ മെമ്പറാക്കാന്ന് പറഞ്ഞ് കാശ് മേടിച്ചു, സ്ഥലം മേടിച്ചു, മെമ്പറാക്കിയില്ല. ഞാൻ മൊത്തം കൊടുത്തു, 1 രൂപ പോലും എന്നുവെച്ചാൽ പലിശയൊന്നും അദ്ദേഹം വാങ്ങിയില്ല. മാത്രമല്ല അദ്ദേഹം എനിക്കിപ്പോൾ എന്തെങ്കിലും തരണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ്, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മര്യാദ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക കാര്യങ്ങൾ ഞാൻ അല്പം, താങ്കളോട് എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം അതാണ്, ഈ നേരും നിറമി എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, എന്തായാലും രാജിവെച്ചില്ലേ, എൻ്റെ രാജി മാറ്റിയിട്ട് ഇവരെ എടുത്തിട്ട് തൽക്കാലം രജിസ്റ്റർ ചെയ്തിട്ടാന്ന് വിചാരിച്ചു. ആ പേര് നിലനിർത്താം. ജിജിയോട് പറഞ്ഞില്ല, കാര്യം പറഞ്ഞാൽ സമ്മതിക്കില്ല, അടിയും ബഹളവും പ്രശ്നമാവും. ഞാനതൊന്ന് രജിസ്റ്റർ ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം അതും പറയാം, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഇനിയൊരു സത്യം പറയട്ടെ, ഇവരുടെ ഡോക്യുമെൻ്റ് വാങ്ങുമ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നതിനാണ്. മാഷിനെ വിളിക്കുമ്പോൾ മാഷ് യൂണിവേഴ്സിറ്റിയിൽ MSc ക്ലാസ്സിന് പരീക്ഷ എഴുതാൻ പോയിരിക്കുക. ആൾ MSc പഠിക്കുന്നുണ്ട് ഇപ്പോൾ. അത് ആളുടെ ചരിത്രം ഇതിനേക്കാളും വലിയതാണ്. MSc ഇപ്പോൾ പഠിക്കുന്ന മനുഷ്യനാണ്, MSc സൈക്കോളജി. അതുപോലെ അജുവിനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഡൽഹിയിലുണ്ടോ, അവനൊരു കേരള കാർസ് ഉണ്ട്, അപ്പോൾ അവിടെ ഡൽഹിയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ID കാർഡ് ഇന്ന ആൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇവർ ചോദിച്ചില്ല, അവർക്ക് എന്നെ അത്ര ഇഷ്ടം, ആരും ഒറിജിനൽ സാധനം അയച്ചു കൊടുത്തു. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷ് ചാടി എഴുന്നേറ്റ് വെള്ളം വെച്ചു, എന്ത് പണിയാണ് കാണിക്കുന്നത്, ജിജി അറിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആരായി പോകും, ഇതെല്ലാം തീരും, ഞാനില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ രക്ഷ. അജ്മൽ ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് മറ്റേ ചതിക്ക്. അപ്പം ഞാൻ വെറുതെ രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് ജിജിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു. ഇത്ര പറഞ്ഞു. ജിജി അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ ഞാനിത് അറിയിച്ചിട്ട് ഞാൻ അതിലെഴുതി, നീ തിരിച്ചു വന്നാൽ നീയും ഇതിൽ മെമ്പറാണ്, നമ്മുടെ മൂത്ത മോളും ഇതിൽ മെമ്പറാണ്. കാരണം മൂത്ത മോൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഈ ഒരു സ്ഥാപനത്തെ, ഫിലോകാലിയ ഫാമിലി അക്കാദമി, അതുകൊണ്ട് നിങ്ങൾ മെമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ മറുപടി തിരിച്ച് വന്നത്, ഇവർ രണ്ടുപേരെയും എൻ്റെ ഒപ്പത്തിനൊപ്പം ഇരിക്കാൻ പറ്റിയവരൊന്നുമല്ല, അവരെയും കൂട്ടിയിട്ട് അങ്ങനെ പ്രസ്ഥാനം ഉണ്ടാവില്ല, അവരെ കളഞ്ഞിട്ട് ഞാൻ പറയുന്ന ആളുകൾ എടുക്കുകയാണെങ്കിൽ ഞാൻ വന്നോളാം എന്നൊരു വാക്ക് പറഞ്ഞു. അന്ന് മുതൽ വഴക്ക് തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഞാൻ വീഡിയോ അനൗൺസ് ചെയ്തു, ജിജി ഇല്ലല്ലോ 3 മാസം അമേരിക്കയിലല്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ പരിചയപ്പെടുത്തി സ്ഥാപിച്ചത് അനൗൺസ് ചെയ്തു. ജനങ്ങൾ ഇച്ചിരി സാമ്പത്തികം തരാൻ തുടങ്ങി. ഇതും കൂടെ അനൗൺസ് ചെയ്തപ്പോൾ ജനങ്ങൾ ഇതിലേക്ക് ഇടാൻ തുടങ്ങി. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ഇടുന്നു. ഒരു 50,000 കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ കയ്യിലും എൻ്റെ കയ്യിലും. പുള്ളിക്കാരി അമേരിക്കയിൽ പോകുന്നുണ്ട്, കുറച്ച് ചെക്ക് ഒപ്പിട്ട് വന്നു, ബാക്കി തന്നില്ല. ആവശ്യം വന്നപ്പോൾ പിന്നെ അമേരിക്കയിലേക്ക് ചെക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഒപ്പിട്ട് തിരിച്ചയച്ചു തന്നിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. കള്ള സൈൻ ഇടാൻ ഞാൻ നിൽക്കൂല, അങ്ങോട്ട് അയച്ചു കൊടുത്ത് ചെക്ക് തിരിച്ചു വന്നിട്ട് ഞാനത് ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷം ഇവള് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഭയങ്കര വൈലൻ്റായി. ഒരു ദിവസം ഓഫീസിൽ കയറിയിട്ട് ഈ അജ്മലിനെ ഭയങ്കരമായിട്ട് തല്ലി, എല്ലാവരുടെയും മുമ്പിൽ തല്ലി, നന്നായി തല്ലി. അവനോട് ചോദിച്ചാൽ നന്നായി തല്ലി. എല്ലാ സ്റ്റാഫുകളും കണ്ടു. സ്റ്റാഫുകൾക്ക് അതൊരു വിഷമമായി. മാഷ് ടീച്ചർ വരുന്ന കൗൺസിലിംഗ് എടുക്കുക. കൗൺസിലിങ്ങിന് പിള്ളേരെ മുമ്പിലിരിപ്പുണ്ട്, പേരൻസും ഉണ്ട്. ജിജി റൂമിൽ കയറിയിട്ട് ഇവരെല്ലാം അങ്ങോട്ട് വലിച്ച് പുറത്തിറക്കിയിട്ട് ഒക്കെ പുറത്ത് അവരും കേൾക്കുന്നു, ഓഫീസിലുള്ള എല്ലാവരും കേൾക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടം. അവർ ഉദ്ദേശിച്ചത് ഇത്രയും പറയുമ്പോൾ വന്നവരും ഉണ്ട്. മാഷായിരുന്നു കൊടുത്തു, കൗൺസിലറാണ്, ആള് NLP ഗ്രാൻഡ് മാസ്റ്റർ വരെയാണ്. ബഹളം അവരെ പിടിച്ച് റൂമിൽ നിന്ന് പുറത്തിറക്കി, കൗൺസിലിംഗ് റൂമിൽ. എന്നിട്ട് വേളം വെക്കുന്ന ഇവരും കേട്ടു, അവർ പരിഭ്രമിച്ചു. ജിജിയുടെ ഉദ്ദേശം ഒരാളെ തല്ലി ഒരാളെ ഇൻസൾട്ട് ചെയ്ത് ഇവരെ ഇറങ്ങി പോകുന്നായിരുന്നു വിചാരം. പക്ഷേ ഇവർക്ക് വന്ന കാലം മുതൽ എന്നെ അറിയാം, എൻ്റെ കൂടെ നടക്കുന്നു, ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നതെന്നറിയാം. അപ്പം എന്നെ ഒന്ന് ഈ സ്ട്രഗിളിൽ നിന്ന് വിമോചിപ്പിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹം ഇവർക്കുണ്ട്. നിങ്ങളുടെ ട്രസ്റ്റിലെങ്കിലും കൗൺസിലേഴ്സ് ആയിട്ട് അവരുണ്ട്, എത്രയോ വർഷമായിട്ടുണ്ട്. 2018 മുതൽ ധ്യാനിക്കാൻ വന്നു, മാനസാന്തരപ്പെട്ടു. ഒരു 2 വർഷത്തോളം എൻ്റെ ഡ്രൈവറായി നിന്നു. ജിജി ഈ പറഞ്ഞതുപോലെ ബഹളം വെച്ച് 2019 ഇറക്കി വിടുന്നത്. 19 ലാസ്റ്റ് ജിജി ഇവനെ കഴുത്തിന് പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞ പോലെ പുറത്തിറക്കുക ചെയ്തു.
അങ്ങനെ അവൻ പോയി. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അവൻ കേരള കാർസ് തുടങ്ങി ഇഷ്ടംപോലെ. ഇപ്പം എന്നെക്കാളും സമ്പന്നനാണ് അവൻ. എന്താ തുടങ്ങി? കേരള കാർസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നാട്ടിലെത്തിച്ച് സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് മറ്റൊരു. ഇപ്പം അവനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വീട് ആവശ്യമില്ല. ഞാനിപ്പോൾ അവനോടാണ് ചോദിക്കുന്നത്. അതുപോലെ മാഷിനും ടീച്ചറിനും ടെൻഷനുണ്ട്. അതാ ടീച്ചറിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇയാള് വലിയ വാഹനങ്ങളും വണ്ടിയൊക്കെ മറ്റേ വീടൊക്കെ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചു. അതെ, അപ്പോൾ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്നതിന് ആർക്കും തന്നെ കുഴപ്പം. അവൻ ജോലി ചെയ്യുന്ന അവൻ കാശുണ്ടാക്കുന്നു, അതിന് അസൂയ പഠിച്ചെന്താ കാര്യം? അതൊരു അസൂയ, പ്യുവർ അസൂയ. അതുപോലെ പിന്നെ മാഷും ടീച്ചറിനും അവർക്ക് പെൻഷനുണ്ട്. ഇവരിന്ന് വരെയും എൻ്റെ കയ്യിൽ നിന്ന് അജ്മൽ ജോലി ചെയ്യുന്ന സമയത്ത് സാലറി മേടിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ അങ്ങോട്ട് വാങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് എന്തിനും തരും. എവിടെ പോയാലും അവർ ചെലവഴിച്ചാൽ എന്നെ സഹായിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരു രഹസ്യം ഞാൻ പിടിക്കപ്പെട്ടു. അത് ഈസ്റ്ററിനാണ്, ഈ വർഷത്തെ ഈസ്റ്ററിന്. എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 4000 സ്ക്വയർ ഫീറ്റുള്ള 9 ബെഡ്റൂമും 9 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു കോൺവെൻറ്റ്, സിസ്റ്റേഴ്സിൻ്റെ വലിയ ഹാളും ചാപ്പലും ഒക്കെ ഉള്ള ജിജിയുടെ അനിയൻ മേടിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ വീടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കോൺവെന്റ്, അകത്ത് ഇംഗ്ലീഷ് ക്യാമ്പസിനകത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോൺവെന്റാണ്. ആ കോൺവെന്റാണ് വാങ്ങുന്നത്. അത് അനിയനാണ് വാങ്ങിയെന്ന് പറഞ്ഞു, അവളുടെ അനിയൻ സാജു. പക്ഷേ അവൻ അതിന് മാത്രം നല്ല വിലയുള്ള സ്ഥലമാണ്, കാര്യം ഹൈവേയുടെ സൈഡിലാണ്, ഇത്രയും നല്ലതാണ്. അവന് അതിനുള്ള കാശൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൽ ഇവൾക്ക് എന്തോ പങ്കുണ്ടെന്നുള്ളൊരു സംശയം തോന്നുന്നു. ജിജിയുടെ അനിയൻ്റെ പേര് സജോയ് ജോർജ് എന്ന് പറയും. ജിജിയുടെ അനിയൻ്റെ ഭാര്യ ഓഫീസിൽ റിസപ്ഷനിസ്റ്റും കൂടിയാണ്. സാലറി മേടിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അവിടുത്തെ പിന്നെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ ജിജിയുടെ അമ്മയുടെ ബ്രദറാണ്. മുന്നേ സന്തോഷമായിരുന്നു, അപ്പൻ്റെ കസിൻ. പക്ഷെ അതെല്ലാം ബന്ധുക്കൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു റോളും ഇല്ല, എനിക്കൊന്നും പറയാനും പറ്റില്ല. അതായത് അനീതി കണ്ടാൽ മിണ്ടാൻ പറ്റില്ല, കാര്യം ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഇരിക്കെ പിടിച്ചത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവള് ഭയങ്കര വയലൻ്റായി, പെട്ടെന്ന് വയലൻ്റ്. അന്ന് ഈസ്റ്ററിന് ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവളൊരു കത്തി കൊണ്ട് കുത്താൻ വന്നു. നീ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ നാട്ടുകാരോട് പറഞ്ഞ് കുടുംബം തകർക്കാൻ നിന്നെ കൊന്നു കളഞ്ഞു, നിന്നെ കൊന്ന് തള്ളിയാലും മുസ്ലിങ്ങൾ കൊന്നെന്ന് വിചാരിക്കുള്ളൂ. ആ സിമ്പതിയും കൂടെ മുസ്ലിം തീവ്രവാദികൾ കൊന്നു എന്നും പറഞ്ഞിട്ട് ആ സിമ്പതിയും കൂടെ ഞാൻ പിടിച്ചു പോയിട്ട് നമ്മൾ കത്തി എടുത്തിട്ട് വരാം. കുത്താൻ വന്നപ്പോൾ ഇതേപോലെ ഒരു സോഫയില്ല, ഞാനിങ്ങനെ ചെരിഞ്ഞ് മാറി കുത്തങ്ങ് പൊക്കോളാം. അന്നേരം കത്തി കൊണ്ട പാടാണ് കാണുന്നത്. ശരിക്കും ആഴത്തിലിറങ്ങി, 1 വർഷത്തോളമായില്ല, അങ്ങ് ഇറങ്ങി അത് കത്തി. നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. രാത്രി ഞാൻ തന്നെ കാർ ഓടിച്ചു. ഇത് ഈസ്റ്ററിന് തന്നെ, ഈ 2025 ഈസ്റ്ററിന് ഇന്ന് രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടാണ്. സ്റ്റേഷനിൽ ചെന്നു. പോലീസിനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേരവും പോലീസുകാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം. അവർ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദർ കേസാക്കിയ നാളെ പത്രത്തിൽ വരുന്നത് മദ്യലഹരിയിൽ ജിജി ഭാര്യയെ കുത്തിയെന്ന് വരിക, ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ, വേണ്ട. അപ്പോൾ ഇത് ഭയങ്കര ബ്ലീഡിങ് ആയതുകൊണ്ട് പോലീസുകാരൻ എന്നെ തട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം സ്റ്റിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് എംബുലൻസ് ഒന്നും ആക്കിയിരുന്നു. ഞാൻ വീണാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അത് ഒഴിവാക്കി. കുറച്ച് ദിവസം മുമ്പ് ഇവരുടെ ഇത് ഫയൽ ചെയ്യത്തില്ല, ടാക്സ് ഈ വർഷത്തിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പം, പേഴ്സണൽ അക്കൗണ്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പം ചാർട്ടേഡ് അക്കൗണ്ടിന് വിളിച്ചിട്ട് പറയും നമുക്ക് 4 ലക്ഷത്തിൽ രൂപയോളം ടാക്സ് കെട്ടണം ഈ വർഷം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. വായി ഞാനപ്പോൾ അവളോട് വീണ്ടും പോയി ചോദിച്ചു, അത് എന്തെങ്കിലും തിരുമറി നടത്തിയിട്ടുണ്ടോ? ലോകത്ത് ആരോടും പറയണ്ട, നീ എന്നോട് പറ. കാരണം ED അന്വേഷിക്കും നമ്മൾ, ഇതൊരു വലിയ പ്രസ്ഥാനം. ഇൻകം ടാക്സ് അന്വേഷിക്കും, വലിയ പ്രസ്ഥാനം. ഇനിയും നമ്മൾ ഒത്തിരി വളരാനുണ്ട്. എന്തെങ്കിലും തിരുമറി ഒഴിഞ്ഞു മാറിപ്പോയി. അങ്ങനെ വ്യക്തമായി പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇൻകം ടാക്സിലേക്ക് ഒരു കംപ്ലയിൻറ്റ് ഇടും, കാരണം ഞാൻ മാനേജിങ് ട്രസ്റ്റ്. പറഞ്ഞില്ല, എന്നോട് പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. കഴിഞ്ഞ 1 വർഷത്തെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അറിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. അവർ പറഞ്ഞില്ല. ഞാൻ ടാക്സിന് ഞാൻ ഫയൽ ചെയ്യും, അല്ലെങ്കിൽ ഞാനും കൊടുക്കുന്ന കേസാണ്, അതുകൊണ്ട് പറ്റൂല, ഇത് ജെന്യൂനായിട്ട് നടത്തേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് അന്നേരം പറഞ്ഞു. ദേഷ്യപ്പെട്ടു. അത് മദ്യത്തിലാണെന്ന് പറയുന്നത്, സ്നേഹമുള്ള എല്ലാ ദിവസവും ഇപ്പം മദ്യപിക്കും. പ്രസൻ്റ് ഇപ്പോൾ ഈ ഞാൻ മാറി നിൽക്കുന്ന ഈ 15 ദിവസത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടെ, അതുവരെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുത്തും പ്രശ്നമായതുകൊണ്ട് ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, എൻ്റെ ഏത് സമയം ഒരു കൊല്ലാം, അതുകൊണ്ട് എനിക്കൊന്ന് മാറി നിൽക്കണം, വീട്ടിൽ കിടക്കാൻ വയ്യ. അതിനെന്താ നിയമം എന്ന് വെച്ചത്, ഞാനൊരു വക്കീൽ നോട്ടീസ് അയക്കാം, നിങ്ങൾ എനിക്ക് പോയി തങ്ങുന്നിടത്ത് ആൾ വേണ്ട, എവിടെയാണ് അങ്ങനെ എന്ന് ചോദിച്ചു. പിലാർമൊഴിയിൽ അക്കാഡമി, അത് ട്രസ്റ്റിൻ്റെയാണ്. അവിടെ അക്കാഡമിയിൽ ഞാൻ പോയി ഒരു റൂമിൽ തങ്ങിക്കോളാം, അവിടെ ജിജി വന്ന് വെള്ളം ഉണ്ടാക്കരുതെന്ന് ഒരു വക്കീൽ നോട്ടീസ് കൊടുക്കണം. അതിനകത്ത് ഒന്ന് ഭയപ്പെടുത്താൻ, ഒരു ഡിവോഴ്സ് പോലെ ഭയപ്പെടുത്താൻ. അതെ, അത് ഒന്ന് ഭയപ്പെടുത്താനാണ്, അല്ലാതെ ഡിവോഴ്സ് അല്ല. അത് വക്കീലിനും അറിയാം, എനിക്കും അറിയാം. ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അത് കൊടുത്തു. അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല, അതിനൊരു മറുപടിയും കൊടുത്തില്ല, അതിൽ കോംപ്രമൈസിന് ഇരിക്കാൻ പോലും അവൾ തയ്യാറായില്ല. വീണ്ടും അവിടെ വന്ന് മദ്യപിച്ച് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കും. അവൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യും. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു 8 പേരുണ്ട്. ഒരു ഓടി വന്ന് കയറുന്ന കണ്ട, അത്
പണിക്കാരെല്ലാം പോയി 5:30 കഴിഞ്ഞ് അവിടെ ആരും ഇല്ലെന്ന് ഈ ഉറപ്പിച്ച് പിലാർ മൊഴി പിലാർ മൊഴി. കാര്യം 4 ഏക്കർ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പം പണിക്കാരുണ്ട്, അവർ പോകുന്നത് വരെ അത് ട്രസ്റ്റിന്റെ പേരിലാണ് സാർ. ട്രസ്റ്റിന്റെ പേരിലും ഉണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അത് ആദ്യം മേടിച്ച ട്രസ്റ്റൊക്കെ തുടങ്ങുന്നതാണ്. അതിൻ്റെ അടുത്താണ് ട്രസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും അതെ, ഞങ്ങൾ രണ്ടുപേരുടെ എല്ലാ സ്വത്തും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാണ് കിടക്കുന്നത്. ഒരു കുഞ്ഞൊരു വീട് ഒഴികെ പണ്ട് ചമ്മന്നൂരിൽ ജോലി ചെയ്ത കാലത്ത് മേടിച്ചൊരു കുഞ്ഞു വീടുണ്ട്, അവിടെയാണ് ഇപ്പോൾ മാഷ് താമസിക്കുന്നത്. അതൊഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇവർ ഈ 8 പേർ അവിടെ വന്ന് ആക്രമിക്കാനാണെന്ന് അവരുടെ വരവ് കാണുമ്പോൾ മനസ്സിലായി. ബോഡി ലാംഗ്വേജിൽ കണ്ട ഉടനെ ഞാൻ ഡോർ അടച്ചു കളയാൻ നോക്കി. പക്ഷേ ഈ ഡോർ ഓട്ടോ ക്ലോസർ ആയതുകൊണ്ട് ഈ ടഫൻ്റെ ഗ്ലാസിൻ്റെ അതിങ്ങനെ പതുക്കെ പതുക്കെ അടയുള്ളൂ. ഇത് ഞാൻ അടച്ചു പൂട്ടുന്ന കണ്ടുകൊണ്ട് ഇവർ ഓടി കയറി ഒറ്റ ചവിട്ട് ഡോറിനിട്ട് ജിജിയാണ് ചെയ്തത്. ഞാൻ മറിഞ്ഞടിച്ചില്ല. വീണതും നേരെ എഴുന്നേറ്റപ്പോൾ കഴുത്ത് പിടിച്ച് നിൽക്കി. എനിക്കെതിരെ മറ്റേ എന്താ ഇൻകം ടാക്സ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ആരാണ് നിന്നെ ജീവനോട് വെച്ചിട്ട് വേണ്ട, ഇത് ഫോറസ്റ്റ് ആണ് എന്നും പറഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഇതിനൊക്കെ വിട്ട് കാട്ടിക്കളയണമെങ്കിൽ വന്നവരെല്ലാം മഹാതെറിയാവില്ല. ജിജിയുടെ അനുജത്തിയുടെ ഭർത്താവ്, പിന്നെ ഈ അനുജന്റെ ഈ ബിൽഡിംഗ് ആരുടെ പേരിലാണ്, അവന്റെ ഭാര്യ റിങ്കു, പിന്നെ 3-4 പിള്ളേരും ഉണ്ടായില്ല. എന്റെ കൊച്ചും ഉണ്ടായിരുന്നു. ചെറിയൊരു പ്രശ്നം അതിനുള്ള ആരോഗ്യം ജിജിക്കുണ്ടോ? അതറിയാഞ്ഞിട്ടാണ്. അച്ചാറുണ്ടാക്കുമ്പോൾ 200 കിലോയുടെ ഉരുളിയൊക്കെ 2 അടിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് നോക്കും. ഞാൻ അവളെ കല്യാണം കഴിച്ചാലത്തെ എനിക്ക് എൻഡൈസർ എന്നുള്ള ബൈക്കാണ്. ഒരിടക്ക് വെച്ചിട്ട് തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, എനിക്കത് പൊക്കാനും പറ്റില്ലല്ലോ. ഇവള് വന്നിട്ട് എൻ്റെ ബാക്കിലെ ഈ ഇരിക്കുന്നതിൻ്റെ ബാക്കിലെ കൈ പൊക്കിയിട്ട് തിരിച്ചു വെച്ചിട്ട് വണ്ടി തുറന്നു. കുറേ നേരം ഞാൻ ഇങ്ങനെ നിന്നു, ഇതെന്താ സംഭവം. അത് അന്യായം, ഭയങ്കരമാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരടി കൊണ്ട് ഒരാളുടെ ചെവി പൊട്ടണമെങ്കിൽ, ഒരു പെണ്ണടിച്ചിട്ട് പൊട്ടണമെങ്കിൽ സന്തോഷിന്റെ ചെവി പൊട്ടിയല്ലേ ചോര വന്ന കേസായത്. ഒരടിക്ക് പൊട്ടിക്കണമെങ്കിൽ എന്താ ആരോഗ്യം ഉണ്ടാവും. ഞാൻ 21 വർഷമായിട്ട് കൊള്ളുന്നുമുണ്ട്. അത് വേറെ കാര്യം. ഒരിക്കൽ അടിച്ചിട്ട് ഈ കാല് പൊട്ടിയിട്ട് ഞാൻ കുറേ ദിവസം, പക്ഷേ ഞാൻ വീണിട്ടാന്ന് ജനത്തോട് പറയുള്ളൂ, അല്ലാതെ അവള് തല്ലി എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടോ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഒരു ഡോറ്, ഇതേപോലെ ഒരു ഡോറുണ്ട്, അത് തള്ളി തുറന്ന് പുറത്ത് കിടന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു. സ്റ്റെയർ കേസ് വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ഇവൾ ഈ ഡോറ് ഇടിച്ച് പൊട്ടിച്ചു. മിനിറ്റുകൾ കൊണ്ട് തലകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചോ അതെനിക്കറിയില്ല. എന്നിട്ട് ഇവൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി. അപ്പോഴേക്കും ഞാൻ റൂമിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ടഫൻ ഗ്ലാസ്സാണ് മൊത്തം, ഗ്ലാസ് ഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഇവള് തലയിട്ടിട്ട് ഗ്ലാസ്സിന് കുറേ ഇടിച്ചു. ഇത് ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ആദിവാസി പ്രോജക്റ്റിൽ പണിക്കാർക്ക് കാശ് കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് കൊച്ചുങ്ങളുടെ കരച്ചിലും വെള്ളവും കേട്ടിട്ട് അവിടെ വന്നിട്ട് കയറിയപ്പോൾ അവൻ കാണുന്നുണ്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലോറിലേക്ക് കയറി. അടുത്ത ഫ്ലോറിൽ കയറിയപ്പോൾ ഞാൻ അതിനകത്തുണ്ട്. അന്ന് ഇവർ പുറത്തുനിന്ന് പറയുന്നുണ്ട് ഇവനെ കേസാക്കണമെങ്കിൽ കഴുത്തിന് മേലെ മുറിവാണെന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് സംഭവം അപകടമായിട്ട് ഇവരെന്തെങ്കിലും പ്രശ്നമാക്കും. ഉടനെ ഞാൻ അനൂപിനെ വിളിച്ചു. അനൂപ് ആ ആഴ്ചയാണ് എന്നെ പരിചയപ്പെട്ടത്. അനൂപിനെ വിളിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ അതിനൊരാഴ്ച മുമ്പ് അവിടെ ഒരു പ്രോഗ്രാമിന് വന്ന് പങ്കെടുത്തിട്ട് ഒരിഷ്ടം. പെട്ടെന്ന് അവൻ്റെ ഒരു പെരുമാറ്റത്തിൽ കുഴപ്പമില്ല. ഇവൻ എന്നോട് പറഞ്ഞു അവൻ്റെ പോലീസുകാരായിട്ട് ഭയങ്കര ബന്ധം, രാഷ്ട്രീയമായി ഭയങ്കര ബന്ധം, അങ്ങനെയല്ലേ പറഞ്ഞത്. അങ്ങനെ കൗൺസിലിങ്ങിന് വന്നതാണ്. മാഷിൻ്റെ അടുത്താണ് ആദ്യം കൗൺസിലിംഗ് എടുത്ത്, പിന്നെ എൻ്റെ അടുത്ത് എടുത്തു. പക്ഷേ ഇവന് ഭയങ്കര ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞിടാ 100 വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യില്ലെങ്കിൽ ഇവരെന്നെ കൊന്നുകളെന്ന് പറഞ്ഞു. ഇവൻ 100 വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് ഫോണിൽ ഞാനിത് ഇവനോട് പറയുന്ന അവർ കേട്ടു. ആ കേട്ട സമയത്ത് മഹാ ഇടി തലയിട്ടിട്ട് തിരിച്ചും മറിച്ചും സില്ലിനിട്ട് ഇടിച്ച വെപ്പം തന്നെ ഞാൻ അകത്ത് നിന്ന് ഇത് പൊട്ടുകയാണെങ്കിൽ അത് തെളിവ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ റൂമിൽ നിന്ന് ഒരു ബിറ്റ് അത് അടി ഉണ്ടാക്കിയിട്ട് അതല്ല ഇതുവരെ ഞാൻ അയച്ചു തരാം. എൻ്റെ കയ്യിലുണ്ട്. അത് പുറത്ത് വിട്ടിട്ടില്ല ഇതുവരെ. ഞാൻ ആണോ ചോര കഴുത്തിലുള്ളത് അങ്ങനെ മദ്യപിച്ച വീഡിയോ ഇഷ്ടം പോലെ വേറെ ഉണ്ട്. ഏതാവട്ടെ, ഇത് ഇവർ പൊട്ടിച്ച് പോയി. പോകുമ്പോൾ ഇവർ പറഞ്ഞു 100 പോലീസ് വരുമ്പോഴേക്ക് സമയമാകും, നിങ്ങളെ തട്ടുമെന്നും പറഞ്ഞു ഇറങ്ങി കാറിൽ കയറിയപ്പോൾ എനിക്ക് നല്ല പേടി. കാരണം ഇനി രാത്രി ഇവരെന്തെങ്കിലും ചെയ്താൽ ഇവർ വെട്ടിമുറുക്കി അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വല്ല മുസ്ലിങ്ങളോടൊക്കെ പറഞ്ഞ് തെളിവൊന്നും എടുക്കില്ല, കുടുംബക്കാർ കൊല്ലുവാണെങ്കിൽ ശരിക്കും പേടിച്ചു. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി നേരെ ബാക്കിൽ ഫോറസ്റ്റാണ്. ആന നടക്കുന്ന ഒരു പാത്തുണ്ട്. ആ പാത്തിലൂടെ രാത്രി നടന്നു പോയി. ഞാൻ മൊബൈലിൻ്റെ ടോർച്ച് ഓൺ ചെയ്തിട്ട് നേരെ നടന്ന് ഒരു വലിയ മരം ഉണ്ട്, അതിൻ്റെ ചോട്ടിൽ പോയിരുന്നു. അവിടെ ഇരുന്നു രാത്രി ഒരു 12 മണി കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരാരെയും കാണാതായിട്ട് തിരിച്ച് ഞാൻ റൂമിലേക്ക് വന്നു. പക്ഷേ രാത്രി പോലീസുകാർ അവിടെ വന്ന് പോയത്ര ആരെയും കാണാത്തതുകൊണ്ടെന്നാണ് പിന്നീട് ഞാൻ. സപ്പോസ് ആ പോലീസുകാർ വരുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയൊന്നും വഷളാവില്ല. അവിടെ ഇരുന്ന് നമുക്ക് തീർക്കാമായിരുന്നു. പിന്നെ വഴിയിൽ വരുന്നത് തടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതേ. അത് കഴിഞ്ഞിട്ട് ഇവളങ്ങ് പോയി. ഇനിയാണ് ട്വിസ്റ്റ്.
ആ. അന്നത്തെ ഈ പറഞ്ഞ തല്ലി എന്നുള്ള കേസ് കൊടുത്ത അതാണ്. അതാ ഇതാ അവള് തന്നെ തലയിടിച്ച് പൊട്ടി. എങ്ങനെ പൊട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൾ ഇടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ചോരയും കണ്ടിട്ടുണ്ട്, അതിനകത്തൊരു ഡൗട്ടില്ല. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ടിവിയുടെ സെറ്റപ്പ് ആ വീട്ടിൽ ടി വി ഇന്ന് വരെ മേടിച്ചിട്ടില്ല. ആ വീട്ടിൽ ടി വി ഇല്ല, ഇപ്പോഴും ഇല്ല. 1,60,000 രൂപ വരെയുള്ള ഫോൺ ഈ പൊട്ടിച്ചു എന്ന് പറയുന്ന അവളുടെ കയ്യിൽ ആ ഫോൺ ഇപ്പോഴും കാണാം. ഒന്ന് പൊട്ടിച്ചു കേസിന് പോകുന്നിടത്തും ആ ഫോണുണ്ട്. ഈ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഈ മാഷിന്റെ വീട്ടിൽ പോയിട്ട് തെറി പറയുമ്പോഴും ആ ഫോണിലാണ് റെക്കോർഡിങ്. അത് കയ്യിൽ കാണുകയും ചെയ്യും. കൈ കടിച്ചെടുത്ത കൈ കടിച്ചെന്ന് പറയുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ കാണാം. അങ്ങനെ ഒന്നും അതിലില്ല. അതൊക്കെ എഫ്ഐആർ ഇനിയിപ്പം അതിന്റെ വഴിക്ക് നിയമപാലകർ അത് നോക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളുമല്ലോ. ഇനി ആ ഫോൺ ഞാൻ മേടിച്ചു കൊടുത്താണ്, അത് വേറെ കാര്യം. നീ പൊട്ടിച്ചെന്ന് വിചാരിച്ചില്ല ഞാൻ മേടിച്ചു കൊടുത്താണ്. അത് വിട്, അതെല്ലാം നമ്മുടെ വിഷയം. ഇത് കഴിഞ്ഞിട്ട് ഇവൾ ചെയ്ത പണിയാണ് ടെസ്റ്റ്. ഇവൾ അന്ന് എഫ്ഐആർ ഇടിച്ചില്ല. പോലീസ് അന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുന്നു. ചാലക്കുടി ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് എന്തിനാ അപ്പോളോയിൽ പോയെന്ന് അറിയില്ല. അപ്പോളോയിൽ പോകുന്നതിന് മുമ്പ് ചെയ്തതെന്നറിയാം. ഈ അടിയും ഇതൊക്കെ കൊണ്ട് ചോരയൊക്കെ ആയിട്ട് 25 കിലോമീറ്ററോളം കാർ ഓടിച്ചിട്ട് മാഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ചോര ഒലിപ്പിച്ച് ചെന്നിട്ട് മാഷിനെ ഭീഷണിപ്പെടുത്തി. ഒരുപാട് തെറിയ അടിക്കാനോ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവർ സൗമ്യമായി സംസാരിക്കുന്ന ഒരു ഭാഗം മാത്രം വീഡിയോ അവർ പർപ്പസ്ഫുള്ളി എടുത്തു വെച്ചു തെളിവിന്. അതാണ് താങ്കൾക്ക് അയച്ചെന്ന വീഡിയോ. അതിൻ്റെ മുമ്പ് പറഞ്ഞ തെറികളൊക്കെ മാഷ് പറയും. അതിൻ്റെ മുമ്പ് നടന്ന കാര്യം അവർ പറയും. പക്ഷെ അതൊന്നും മാഷിന് അന്നേരം വീഡിയോ എടുക്കാനാണ് അന്നേരം ചോര ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കും. അവർ പർപ്പസ്ഫുള്ളി അത് എടുത്താണത്. ദേ വർ പ്ലാൻഡ് അത് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇവൾ ചെയ്തത് കേസാക്കാതെ MLC ചെയ്തെങ്കിലും പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇവളൊരു കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തു. കംപ്ലയിൻറ്റ് എൻ്റെ ഭർത്താവിനെ തല്ലി, എൻ്റെ കഴുത്തിന് മേലെ മുറിവ്, ഇന്ന ഓഹരിയൊക്കെയാണ്, എനിക്ക് കേസാക്കാൻ താല്പര്യമില്ല, ഒരു കോംപ്രമൈസ് ആക്കണം, അതിനെ പോലീസ് സഹായിക്കണം. എന്താ കോംപ്രമൈസ്? FIR ആക്കാതിരിക്കണമെങ്കിൽ മാഷിനെയും സാംസങ്ങിനെയും NGOയിൽ നിന്ന് ഒഴിവാക്കണം. അവൾ പറയുന്ന ആളുകൾ എടുക്കണം. ഇതാണ് കണ്ടീഷൻ. ഇത് ഞാൻ അറിഞ്ഞു. അവരുടെ കുടുംബത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവൾ എഴുതി ഉണ്ടാക്കി SHOയ്ക്ക് കൊടുക്കാൻ പോകുന്ന പേപ്പർ ഞാൻ കൊടുത്തതിന് ശേഷമാണോ കൊടുക്കാൻ പോകുന്നതിന് മുമ്പാണ് എനിക്ക് കിട്ടി. രണ്ടും കിട്ടി. പരാതി, സൊല്യൂഷൻ. ഇത് കിട്ടി. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോലീസിനെ പോയി കണ്ടിട്ട് പറയണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കൊരട്ടി സ്റ്റേഷനിൽ SHO എന്ന് വിളിച്ചു. അരുൺകുമാർ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം വിളിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. അദ്ദേഹം കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞു, ജിജിയുടെ കംപ്ലയിൻറ്റ് കോംപ്രമൈസ് വഴിയും ഞാൻ ഓൾറെഡി കണ്ടു. അവൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിക്കുക, ഇല്ലെങ്കിൽ FIR ഇട്ട് റിമാൻഡ് പോകുക എന്നുള്ളതല്ലേ. സാറേ എന്നെ റിമാൻഡ് ചെയ്തോളൂ, ഞാൻ ആ കണ്ടീഷൻ അനുസരിക്കില്ല, കൈകൂപ്പി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സൊത്തിരി മടുത്തു പോയിട്ട് അങ്ങനെ ചിന്തിക്കുന്നു, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞ അതേ നിങ്ങൾക്ക് ഈ 10-30 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി മുഴുവനും ഇല്ലാണ്ട് പോകും. നമ്മളിതനുസരിക്കണം. ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സാക്ഷി, എൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു സാധനം എൻ്റെ മനസ്സാക്ഷി. ഞാൻ വീണ്ടും ആ പഴയ കള്ളത്തരത്തിന് കൂട്ടുവന്ന് ട്രസ്റ്റ് നടത്തുന്നതിന് നല്ലത് ഇത് മൊത്തം നാണക്കേടായിട്ട് ഇല്ലാണ്ടായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇറ്റ്സ് എൻഡ്. അത്രയും, അതായത് 20 വർഷമായി അനുഭവിക്കുന്നത്. ഒരിക്കലും നമുക്ക് കെട്ടിപ്പൊക്കി ഒരുപാട് കാലം പോകാൻ പറ്റത്തില്ല. മനുഷ്യനെ എന്തെങ്കിലും തകർന്നു പോകുന്നു. ആ തകർച്ചയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പോന്ന ഞാൻ അവൾ കേസാക്കും ഇല്ലയൊന്നും അന്നേരം എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ സ്റ്റേഷനിൽ പോയി. ഇവിടുന്ന് അമൃതരംഗം സാറിൻ്റെ ഇറങ്ങിയിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പരാതി കൊടുത്തു. പരാതി കൊടുത്തെങ്ങനെ ഇവർ ഇത്ര പേരെ ആക്രമിക്കാൻ വന്നു, ഇനി അവരത് വരാതിരിക്കാൻ പോലീസ് ഒരു നിർദ്ദേശം കൊടുക്കണം. ഇത്ര എനിക്ക് അവിടെ പരാതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീൽ നോട്ടീസിന് വിലയില്ലാതല്ല അവിടെ വന്ന് തല്ലു. അപ്പോൾ പോലീസ് ഒന്ന് പറഞ്ഞാൽ പേടിക്കും, പിന്നെ ഇനി അങ്ങ് വന്ന് തല്ലൂലല്ലോ, പ്രശ്നം അവിടെ സോൾവ് ആകുമെന്ന് വിചാരിച്ചു. അത് ഞാൻ കൊടുക്കുന്നത് 30-ാം തീയതി. പക്ഷേ 1-ാം തീയതി ജിജി പോയിട്ട് FIR ആക്കി. പിറ്റേ 30 ഞാൻ കൊടുത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളത് FIR ആക്കി. FIR ആക്കിയപ്പം അതിനകത്ത് 118 ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വക്കീലിനോട്, പഴയ വക്കീൽ നോട്ടീസ് അയച്ച വക്കീലിനോട് കാര്യം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാക്കി ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ജിജിയോട് പറഞ്ഞു, നീ ഇപ്പം ബഹളം വെക്കല്ലേ, തെറ്റ് പറ്റിയത് എന്താണെന്ന് എന്നോട് തുറന്നു പറയാം. സാമ്പത്തിക ക്രമക്കേട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് തുറന്നു പറയാം. അത് പരിഹരിക്കാൻ എൻ്റെ ഭർത്താവിന് സാധിക്കും. അതിന് നമുക്ക് ഇഷ്ടംപോലെ വഴികളുണ്ട്. ഞാൻ അവളോട് ഇത്രയും പറഞ്ഞു, ആ ബിൽഡിങ് നമുക്ക് അവൻ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കാം, എന്നിട്ട് അവൻ്റെ കാശ് അവന് കൊടുക്കുക, നീ മുടക്കിയ കാശിന് നമുക്ക് വീണ്ടും. അത് അവന്റെ ഈ കാശിന്റെ കാര്യം വരെയുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് എനിക്ക് കൊണ്ടൊരു മനസ്സിലാകാത്തൊരു വസ്തുത, അങ്ങിട്ടിരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേട്ടു. ജിജിക്ക് തന്നെ നിങ്ങൾ ഇട്ട് കൊടുത്തേക്കും വോയിസ്. ജിജി നീ ഇത് വാങ്ങണം, ജിജി എനിക്ക്, അതായത് നമ്മളോട് ചേർന്നൊരു വീടുണ്ട്, ആ വീട് 75 ലക്ഷം രൂപയുടെ ആയിരുന്നു, അത് 50 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ കിട്ടാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജിജി അല്ല, മറ്റേ പേര്, സഹോദരന്റെ പേരുന്ന, ബ്രദറിന്റെ പേരുന്ന സജോയ്ക്ക് ജിജി കിട്ടോ. സജോയ്ക്ക് മാരിയോ ഇട്ടിരിക്കുന്ന ഒരു വോയിസ് എന്റെ കിട്ടി. മാരിയോ സജോയിയോട് പറയുന്നത്, മോനെ സജോയി,
ഇവിടെ ഒരു വീട് വിൽക്കാൻ കിടക്കുന്നു. ആ വിൽക്കാൻ കിടക്കുന്ന വീടിലെ ഏതാണ്ട് 70 ലക്ഷം രൂപയ്ക്കൊക്കെ നേരത്തെ പറഞ്ഞു. ഇപ്പൊ 50 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്നാ പറയുന്നത് 50 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് 2 സഹായം എനിക്ക് നിന്റെ അടുത്ത് വേണം. ഒന്ന്, നിന്റെ പേരിലാണ് ഇത് മേടിക്കേണ്ടത്. 2, ജിജിയുടെ കുറച്ച് കാശുണ്ട്, നീ കുറച്ച് കാശ് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീഡിയോ ഒരു ഓഡിയോ എന്റെ കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ആ പയ്യനെ സജോയ് എന്നെയും ബന്ധപ്പെട്ടിരുന്നു ഈ വാർത്ത വന്നതിന് ശേഷം. സജോയ് എനിക്ക് വോയിസ് അയച്ചത് എന്റെ ഫോൺ മുകളിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. അതെന്ന് അയച്ചെന്നുള്ള ഡേറ്റ് നോക്കാൻ പറ്റുമോ? കാരണം ഈ വീട് പണ്ട് വിൽക്കെന്ന് പറഞ്ഞപ്പം നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടാകാം. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന വീട് ഇത് തന്നെയാണ് വേറെ വീടിന്റെ വല്ലതാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങള് പക്ഷെ അവരത് എടുത്ത് തന്നെ അറിയിച്ചിട്ടില്ല. നിർദ്ദേശിച്ചിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് വിൽക്കാൻ ഇട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളുടെ കയ്യിലോ വല്ല കാശുണ്ടെങ്കിൽ എടുത്തിട്ടോളാൻ പറഞ്ഞിട്ടുണ്ടാകാം, ഒരു സംശയം വേണ്ട. പക്ഷെ അത് ട്രസ്റ്റിന്റെ കാശ് എടുത്തിട്ട് സോറി കേട്ടോ, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവില്ല. ട്രസ്റ്റിനെ പറഞ്ഞില്ല. എന്റെ കയ്യിൽ കാശുണ്ട്, ജിജിനെ കുറച്ച് കാശുണ്ട്, നീ ജിജി സഹായിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. നിന്റെ പേരിൽ എഴുതണം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ ഒരു വാദം എങ്ങനെയാന്നുള്ള ആദ്യത്തെ ചോദ്യം ഞാനത് വോയിസ് കേൾപ്പിക്കാം. അപ്പൊ അതിനെ നമ്മൾ അറിയാതെ മേടിച്ചു എന്ന് പറഞ്ഞ വാദം ശരിയാവുന്നില്ല. പക്ഷെ അത് ഒരുപക്ഷെ കറക്റ്റ് ആയിരിക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഈ വീട് കൊടുക്കാനുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏതോ ഒരു മുസ്ലിങ്ങൾ വന്ന് നോക്കിയെന്ന് അതിന്റെ ഓണർ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി, മുസ്ലിങ്ങൾ അവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കയ്യിലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആരുടെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിൽ അതൊക്കെ എത്ര 1-2 വർഷം മുമ്പുള്ള വോയിസ് അറിയാൻ ചോദിച്ചാൽ എന്നിട്ട് വോയിസ് ആയിരിക്കും. അപ്പൊ പിന്നീട് അവര് ട്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ട്രസ്റ്റിൽ നിന്നല്ല, ട്രസ്റ്റ് വഴി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലർ വിദേശത്ത് നിന്ന് കാശാക്കും. അത് ചിലപ്പോൾ ജിജിക്ക് പേഴ്സണലി വാങ്ങാം. മനസ്സിലായി? വാങ്ങാം. അങ്ങനെ വാങ്ങിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ വാങ്ങിയ കാശ് ഇതിന് മുടക്കിയിട്ടുണ്ടോ? പിന്നെ ഒരു ചോദ്യം കൂടെ ഇതുമായിട്ട് വന്നത്, മക്കൾ എന്താ ജിജിനോട് നിൽക്കുന്നത്? ഇത്രയും സാധ്യത ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നും മക്കളുടെ കാര്യം പറയാൻ താല്പര്യമില്ല. അത് വീഡിയോയിൽ പോകണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറ്റം പറയണ്ട. മക്കളെ അതൊരു കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ മഞ്ജുവാര്യനും ദിലീപും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന മഞ്ജുവാര്യനെ ബാധിച്ച ഒരു വിഷയം, മകൾ എന്തുകൊണ്ട് ദിലീപിനോട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇളയ മകള് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഒരു കാര്യത്തിലും നിൽക്കുന്നില്ല. അവള് 18 വയസ്സ് കഴിഞ്ഞുള്ളൂ, വളരെ ശാന്തമാണ്. ഞങ്ങൾ ഒന്നിച്ചു പോകണമെന്ന് കൊതിക്കുന്നു. വീട്ടിലെ വിശേഷങ്ങൾ അപ്പം എന്നെ അറിയിക്കുകയും ചെയ്യുന്നു. മൂത്ത മകള് സൈക്കോളജി പഠിച്ച് ന്യൂറോ സയൻസ് പഠിച്ച് ഈ ഫിലോകാലി പ്രസ്ഥാനം അവൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ മാഷും സാംസങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഫ്രീഡം ഉണ്ടാവില്ല എന്ന് അമ്മ പറഞ്ഞ് അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് അവളുടെ പ്രശ്നം. അത് ഇന്ന് വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർ പറയാണ്, അടവണെ തന്നെ ഇത് കൊണ്ടുപോകണം, ഞങ്ങൾ അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്നിവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാണോ ജിജി ഈ വാശി വിട്ട് ഈ PKF മെമ്പറായി മോളും മെമ്പറാകുന്നത് അന്ന് ഞങ്ങൾ വിട്ടേച്ച് പോകാൻ ഇവരിന്നും എന്നോട് പറഞ്ഞു. ഞാൻ രണ്ടു നേരം ചോദിച്ചോട്ടെ, ഈ വലിയ സാമ്പത്തിക ഇപ്പൊ ഏകദേശം എത്ര രൂപ ട്രസ്റ്റ് വന്നിട്ടുണ്ടാവും? ഒരു 5 മുതൽ 8 കോടി രൂപയാണ് ഈ 5 വർഷം വന്ന് കാണുക. അതെല്ലാം ചെലവഴിച്ച് കൃത്യം. അതുകൊണ്ട് ഒന്നുമില്ല. ആകെ 5 ലക്ഷം കള്ളവൊപ്പിട്ട് പോയത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ജിജി സാമ്പത്തിക തിരിമറി? ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് പുറത്തുനിന്ന് അയക്കേണ്ടി വരുന്നവർ ജിജി അക്കൗണ്ട് കൊടുക്കും. വിദേശത്ത് നയിക്കേണ്ടി ശരിക്കും അത് എന്താ ചെയ്യേണ്ടത്? അത് ഒന്നെങ്കിൽ ട്രസ്റ്റിലേക്ക് ഇടണം, അവരുടെ പേരിൽ, അയക്കുന്ന ആളുടെ പേരിൽ, എന്നിട്ട് റെസിപ്റ്റ് കൊടുക്കണം. ഇനി അല്ല എങ്കിൽ ആ കാശ് വെച്ച് നേരിട്ട് എന്തെങ്കിലും ചാരിറ്റി ചെയ്യണം. ഇപ്പം ഞാൻ ചിലതൊക്കെ നേരിട്ടാണ്. അവരെൻ്റെ കയ്യിൽ 5 ലക്ഷത്തിൻ്റെ വീട് നേരിട്ട് പണിത് കൊടുക്കും. ട്രസ്റ്റിൽ അതിൻ്റെ കണക്ക് പോകില്ല, പണിത് കൊടുത്തിട്ട് അതിൻ്റെ ബില്ലും കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുക്കും. തന്നവർക്കും ഒരു ബോധ്യം വേണമല്ലോ. അപ്പൊ അങ്ങനെ പരാതിയുണ്ടോ ജിജിക്ക് പൈസ കൊടുത്തിട്ട്? പരാതി ഇതുവരെ ആരും ഇതുവരെയും പരാതി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിക്കുകയാണ്, ഉണ്ടോ ഇല്ലയോ എനിക്കതറിയണം. അപ്പൊ ഇപ്പൊ പറയുന്നത് ജിജി സ്വന്തം ട്രസ്റ്റിൽ നിന്ന് കാശ് എടുത്തത് പരാതി ഇല്ല. ട്രസ്റ്റിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുക്കാൻ പറ്റും? ആ ഒരു 5 ലക്ഷം രൂപ കള്ളവൊപ്പിട്ടിട്ട് എടുത്തിട്ട് ഒരു പക്ഷേ പ്രൈവറ്റ് ആയിട്ട് കാശ് എടുത്തിട്ടുണ്ടാകാം. ഓക്കെ. ഈ അതെങ്ങനെ? അപ്പൊ ജിജിക്ക് പ്രൈവറ്റ് സ്വത്ത് വേറെ ഉണ്ടോ? അല്ലെന്നേ, ഞാൻ പറഞ്ഞ പോലെ ഇതേവരെ ഞാൻ ഇപ്പൊ സാജൻ സാറ് ലണ്ടനിൽ കിടക്കാണ്. താങ്കൾക്ക് തോന്നുകയാണ് 1 ലക്ഷം രൂപ ഒരു മനസ്സിലായി. ആ കാശ് വേറെ നമ്മൾ സ്വത്തുക്കൾ ഉണ്ടാക്കിയത് നമുക്കറിയാം. ഇല്ല. ഈ അനിയന്റെ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇല്ല, അറിയത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ ആ 3.5 ഏക്കർ സ്ഥലം ട്രസ്റ്റിന്റെ അല്ലേ? അത് ട്രസ്റ്റിന്റെ. ആ ട്രസ്റ്റിനെ ആ ജിജിക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇല്ല, ആ ട്രസ്റ്റിന്റെ സ്വത്ത് ആർക്കും കൊണ്ടുപോകാനും പറ്റൂല. കാര്യം ട്രസ്റ്റിന്റെ പ്രത്യേകത അതിന്റെ ബൈലോസിലുണ്ട്. ട്രസ്റ്റ് പാപ്പരസ് ആയാൽ ഒന്നെങ്കിൽ ഈ ട്രസ്റ്റ് സമാന ട്രസ്റ്റിന് എല്ലാ ബോർഡ് മെമ്പേഴ്സ് സൈൻ ചെയ്ത് കൈമാറുക, അല്ല എങ്കിൽ ഗവൺമെന്റ് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഇപ്പൊ അതാണ് എനിക്ക് വിഷമം ചെയ്തത്. ട്രസ്റ്റിന്റെ സ്വത്തെടുക്കാൻ ഇവർ വന്നതെന്ന് പറഞ്ഞു.
ട്രസ്റ്റിന്റെ സ്വത്ത് ഭൂമിയിൽ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ജിജിക്കും പറ്റത്തില്ല, നിങ്ങൾക്ക് പറ്റത്തില്ല, ഒരാൾക്കും പറ്റത്തില്ല. അത് ഗവൺമെന്റിന്റെയാണ് ഇപ്പോഴും, പ്രസന്റിലും അത് ഗവൺമെന്റിന്റെയാണ്. ഈ ഒരു ആക്ട് അനുസരിച്ച് നമ്മൾക്കത് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. നമ്മൾക്ക് എന്ന് നിർത്തുന്നു അന്ന് ഗവൺമെന്റ് കൊണ്ട്. ഞാനത് ജിജിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അടിച്ച് പിരിഞ്ഞു പോയാൽ ഇത് ഗവൺമെന്റിന്റെയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് പ്രശ്ന പരിഹാരമായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? പ്രശ്നപരിഹാരമായിട്ട് എൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മാഷിനെയും സാംസങ്ങിനെയും PKF നിന്ന് കളയാതെ തന്നെ അവളും കൊച്ചും PKF മെമ്പറാകുക. മെമ്പറായി കുറച്ച് നാളിൽ മുന്നോട്ട് പോയി ഈ സൈനിങ് അതോറിറ്റി ഒരാൾ മാത്രമായി, ഞാൻ മാത്രമായി. ആ സാധനം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പ്രശ്നവും അവിടെ തീരും. ഇവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ട്രസ്റ്റ് അങ്ങനെ ട്രസ്റ്റിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ട്രസ്റ്റ് സമാന ട്രസ്റ്റിന് ഡിസോൾവ് ചെയ്യാവുന്നത് കൊണ്ട് PKF മെർജ് ചെയ്യാം. ഈ ട്രസ്റ്റ് അല്ലല്ലോ, ഇത് കമ്പനിയല്ലേ PKF. സെയിം ട്രസ്റ്റ് ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സമാന ബൈലോസ് ഉള്ള ബൈലോസ് സെയിം അല്ലേ, ഇതിലും അതിലും ബൈലോസ് സെയിം ആണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും ആക്റ്റീവ് ആക്കി ഇവരെയും കൂടെ അവിടെ ചേർത്ത് അങ്ങനെയാണ് സൂപ്പർ ആയിട്ട് ചെയ്യാം. അത് ഞാൻ തുടക്കം മുതലേ പറയുന്ന കാര്യം. അതിനകത്ത് ഇവരെ 2 പേരെയും കൂടെ ഇട്ട് നമുക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ PKF വൈൻഡപ്പ് ചെയ്ത് കളയാം. അതും ഞാൻ പറയാം. അതല്ലേ എളുപ്പം? അതാണ് എളുപ്പം. എനിക്ക് അതാണ് എളുപ്പം. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. പക്ഷെ അവിടെ അങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം, ജിജിക്ക് ഡിക്റ്റേറ്റർഷിപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇപ്പം അവരും കുടുംബ തീരുമാനം എടുക്കുന്നു. ഇപ്പം നിങ്ങളുടെ എത്ര പ്രോജക്റ്റ് നടക്കുന്നുണ്ട്? ഇപ്പം ആദിവാസികളുടെ ഒരു 26 വീട് സർക്കാർ സഹായത്തോടെ അതെല്ലാം മുടങ്ങി കിടക്കുവാണ്. ഇപ്പം മുടങ്ങി കിടക്കാണ്, പണിയൊന്നും നടക്കാതെ മുടങ്ങി കിടക്കും. പിന്നെ അവിടെ ചൂരൽമലയിൽ ഏകദേശം എല്ലാം തീർന്നു. ഇനി 2 വീട് എന്തോ ഉള്ളു ബാക്കി. പിന്നെ ഇവിടെ വെലങ്ങാട് 2-3 വീടുണ്ട്. കാശ് കിടക്കുന്നുണ്ടോ? ഒരു 4-5 ലക്ഷം രൂപ ആണ്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇത് അന്നത്തെ അപ്പം പോലെ പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് കാശുള്ള പ്രസ്ഥാനമല്ല. ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ കോടികളുള്ളത് പോലെ തോന്നും. 5 വർഷം കൊണ്ട് മാക്സിമം 7-8 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് അത്രയും വീടുകൾ പണിയും. അതെ, നമുക്കൊരു വീട് പണിയാൻ 7 ലക്ഷം 8 ലക്ഷം ഇപ്പൊ 8-8.5 ലക്ഷം ആവുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ ധാരണ എന്നാന്നറിയോ? ഞാൻ പോലും ധരിച്ചതെന്നറിയോ? ടു ബി ഓണസ്റ്റ്, പറഞ്ഞോ, ഞാൻ പോലും ധരിച്ചത് ഡ്രസ് തുടങ്ങി, കോടികൾ വന്നു, കണക്കിൽപ്പെടാത്ത വരാത്ത വന്നു, ഈ കാശിന്റെ പേര് നിങ്ങളെ അടിയായെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വീടിന്റെ കാര്യത്തിന് ഞാൻ ഇത്രയും ചോദ്യം ചെയ്യണോ ജിജിയെ? ഞാനൊരു കാര്യം പറയാം. ട്രസ്റ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ട്രസ്റ്റിന് വേണ്ടി ഒരാൾ നിയോഗത്തോടെ 100 രൂപ തന്നാലും അത് ട്രസ്റ്റിൽ ഉപയോഗിക്കും. നിങ്ങളുടെ പ്രശ്നം രണ്ടായിട്ട് കാണണം. ഓക്കെ, ഒന്ന്, നിങ്ങൾ ട്രസ്റ്റും സാമ്പത്തിക ഇടപാടും ഉള്ള ഈ പ്രശ്നങ്ങൾ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നുള്ളൂ. കാരണം ഇതിന്റെ വസ്തുതകൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ജിജിക്ക് എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യം ഞാൻ ജിജിയോട് സംസാരിക്കാം. ജിജിയുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ കാണിക്കാതിരിക്കേണ്ട കാര്യമില്ല. അത് കാണിക്കാൻ ജിജി ഉത്തരവാദികൾ തോന്നാം. നിങ്ങൾ ഭാര്യയാണ്, സഹ ട്രസ്റ്ററാണ്. അക്കൗണ്ട് നമ്പർ കാണണം, ഒരു മധ്യസ്ഥനെ പോയിട്ട് കാണുക. ഇനി വല്ല തിരിമറിയോ വല്ല നടന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ വളരെ നമ്മളെ അങ്ങോട്ട് അറിയിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. ലീഗലായിട്ട് പ്രശ്നം പരിഹരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ട്രസ്റ്റ് വന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടായിട്ട് പ്രശ്നം തീർക്കാവുന്നുള്ളൂ. എന്നിട്ട് ജനാധിപത്യ രീതിയിൽ പോകുന്ന രീതി കൂടെ. പക്ഷെ നിങ്ങൾ, എന്റെ ചോദ്യം, 30 കൊല്ലമായിട്ട് നിങ്ങൾ അടികൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മദ്യത്തിനും ലഹരിക്കും അടിമയായിക്കൊണ്ട് ഈ ഭാര്യ ഭർത്താവ് തമ്മിൽ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പ്രശ്നം, അത് തുടരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒന്ന്, നിങ്ങളെ മർദ്ദിക്കുകയും അവര് മദ്യപനത്തിന് അടിമയായിരിക്കുന്ന പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും? അതിന് പരിഹാരം ഉണ്ടാക്കാതെ ഇപ്പോഴത്തെ പോലെ സഹിച്ച് ജീവിച്ചാൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആവും. പ്രസംഗിക്കുന്നു, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, സന്തോഷത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു, മോട്ടിവേഷൻ സംസാരിക്കും. പക്ഷെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനം ഇല്ലാതെ വന്നാൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അവർ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ മാനസിക രോഗിയാവും. അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്ത് പരിഹാരം ഉണ്ടാക്കും? അതിന് പരിഹാരം ഇന്ന് വണ്ടിയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. സിമ്പിളായിട്ട് ഒരു ശരിക്കും അഡിക്റ്റ് ആണെന്ന് അവൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവൾ അതിനൊരു ട്രീറ്റ്മെന്റിന് പോവുക. അല്ല, ടെമ്പററി ആയിട്ട് ഇച്ചിരിയൊക്കെ എടുക്കുന്നുള്ളൂ എന്ന് അവൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവളൊരു ധ്യാനത്തിന് പോവുക. ആ ധ്യാനം കൂടിയിട്ട് ഇനി ഒരിക്കലും ഇഷ്ടം പോലെ ധ്യാനത്തിലുണ്ട്. 10-20 വർഷത്തെ മദ്യപാനികൾ ധ്യാനം കൂടിയിട്ട് മനസ്സാന്തരപ്പെടുന്നുണ്ട്. ഒരു ധ്യാനത്തിനൊക്കെ പോയി കുറച്ച് വചനത്തിൽ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ചേട്ടാ ഇനി അതില്ല എന്നൊരു വാക്ക് പറഞ്ഞ് തീർത്താൽ മതി. അതവിടെ തീരാവുന്നുള്ളൂ. വലിയ അടികളൊന്നും, ഇത് മദ്യം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടി ഒരിക്കലും ഉണ്ടാവില്ല, ഉറപ്പാണ്. എനിക്ക് എൻ്റെ ഭാര്യനെയും വേണം, എൻ്റെ മക്കളെയും വേണം. എനിക്ക് പഴയതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയും വേണം. ഞാൻ ജിജിയോട് ഒറ്റ ഡിമാൻഡേ പറഞ്ഞിട്ടുള്ളായിരുന്നു. FIR നീ പോയി ഇട്ടു, ലോകം മുഴുവൻ എന്നെ അങ്ങ് കരുവാരി തേച്ചു. അത് നിനക്ക് പറ്റിയൊരു കയ്യബദ്ധമാണ്, സോറി ചേട്ടാ എന്നൊരു വാക്ക് നീ പറഞ്ഞു, എൻ്റെ പ്രശ്നം തീരും. അവൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുവരെ ഈ ഒരു പ്രശ്നം കൂടെ ബാക്കിയുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞ പോലെയാണ്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എങ്ങനെ നിങ്ങളിപ്പോ ഒരു മാതൃകാ ദമ്പതികൾ എന്ന നിലയിലാണ് ജനങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടിയത്. ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും മദ്യപിക്കുന്ന ആളാണ്. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആളാണ്. ഈ മദ്യപിക്കുന്ന കാര്യം ഞാൻ എന്റെ സംഭാഷണത്തിൽ ഞാൻ സമ്മതിക്കാറുണ്ട്. ഞാൻ മദ്യപാനിയല്ല. എന്റെ സൗഹൃദ സദസ്സ് ഞാനത് മറച്ചു വെച്ചിട്ടില്ല. ഞാൻ മറച്ചു വെച്ചോണ്ട് ഞാൻ മദ്യപാനത്തിന്റെ പ്രസംഗിച്ച് എന്റെ വിശ്വാസ്യത പോകും. അപ്പൊ ഈ വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു സാധനം, ഞാൻ ഒരിക്കലും ഒരാളുടെ പൈസ മേടിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് എവിടെയെങ്കിലും ഞാൻ ഒരാളുടെ പൈസ മേടിക്കാൻ ചോദിച്ചാൽ പോലും എന്റെ വിശ്വാസത പോകും. അപ്പൊ ഇവിടെ നിങ്ങൾ നേരിട്ട പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നിങ്ങള് ഭാര്യ ഭർത്താവ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പരസ്യമായി ഉമ്മ വച്ച് സ്നേഹിച്ച് മഹാസംഭവമാണ്, ഇങ്ങനെ സ്നേഹിക്കണം, ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, ഇങ്ങനെ സംസാരിക്കണം പറയുകയും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടിയും ബഹളാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോയി. അപ്പൊ നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിൽ ചാരിറ്റി പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചാരിറ്റി പ്രവർത്തനം ഫണ്ട് കിട്ടുന്നത്? നിങ്ങൾ ഈ മാതൃകാ ദമ്പതികളായതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം അത് നഷ്ടപ്പെടും. നിങ്ങൾ ഇനി എങ്ങനെ മുമ്പോട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും? ഞാൻ അതിനെക്കുറിച്ച് വളരെ ആഴമായി ആലോചിച്ചിട്ടുണ്ട് തുടക്കം മുതൽ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് വരുമ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ 3 ഓപ്ഷനേ ഉള്ളൂ. പേഴ്സണൽ പീസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ചാരിറ്റി ആക്ടിവിറ്റീസ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത്, സപ്പോസ് ജിജി ഞാൻ ഈ ഉദ്ദേശിച്ച പോലെ ഇതിൽ ഒരു മാനസാന്തരം വന്നിട്ടില്ല എങ്കിൽ, ഈ പറഞ്ഞ് ഒന്നിനും തയ്യാറാവുന്നില്ല എങ്കിൽ ഇതെല്ലാം അങ്ങ് വൈൻഡപ്പ് ചെയ്യുക. കാരണം ഞങ്ങളുടെ ഇടയിലെ അടിസ്ഥാന പ്രശ്നം ഈഗോയാണ്, അധികാരമാണ്. അത് കംപ്ലീറ്റ് അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം എന്നാണ് എൻ്റെ തീരുമാനം. എന്നിട്ട് ഇതിൻ്റെ മുമ്പ് എങ്ങനെയാണോ ജീവിച്ചത്, എവിടെയാണെങ്കിലും എവിടെ വിളിക്കുന്നു അവിടെ ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ക്ലാസ്സുകൾ മാത്രം എടുത്തു പോകും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് നടക്കൂല. അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഇതിൻ്റെ അത് ജിജി നമ്മളിപ്പോ കേട്ടത്രയും കാര്യം വെച്ചിട്ട് ജിജിയുടെ മദ്യപാനവും അത് 2 ക്യാരക്ടറാണ്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളെ കുറിച്ച് ജിജി പറഞ്ഞ വെച്ച് ഞാനിത് 2 കേട്ടതാണ്. നിങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടെന്നുള്ള ഒരു ആരോപണം അല്ലാതെ പിന്നെ നിങ്ങൾ എന്തായി കുറച്ച് ആളുകളെ കൂട്ടി ട്രസ്റ്റ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ട് ആരോപണം. പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് ക്ലാരിറ്റി നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നും നിങ്ങൾക്ക് മാനസികാരോഗ്യമില്ല, മാനസികാരോഗ്യ പ്രശ്നമില്ലെന്നും അതുപോലെ തന്നെ അതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരുമിച്ച് പോയി ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് വിശ്വാസത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പം 2-3 കാര്യങ്ങളാണ് എന്റെ അഭിപ്രായം. ഒന്ന്, പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഈ പറഞ്ഞ ധാരണയ്ക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവുക. 2 പേരുടെ ഒരുമിച്ച് വന്നിട്ട് സംഭവിച്ചു തുറന്നു പറഞ്ഞ ഞങ്ങള് ഇന്നത് ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞു മുമ്പോട്ട് പോകും. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനും പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ആ ക്ലാസ് ഞാൻ നിങ്ങൾ അതിനെ വിശ്വസിക്കത്തില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത്രയും വലിയൊരു ക്രൈസിസിനെയും തരണം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനൊരു മാതൃകയാവില്ലേ? ആവില്ലേ? അതിനുള്ള സ്കോപ്പ് ഉണ്ട്. വൂണ്ടഡ് ഹീലർ എന്ന് പറയും, മുറിവേറ്റ സൗഖ്യദാതാവ്. അതായത് ഈ പ്രശ്നത്തെയും അതിജീവിച്ച് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ഈ പ്രശ്നത്തെയും അതിജീവിക്കാൻ കഴിയും എന്ന് ജനങ്ങൾക്കൊരു മാതൃകയായിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ലേ? സാധിക്കും. പക്ഷെ അതനുസരിച്ച് ജിജി മാറണം. മാറും. ഇല്ല, ഈ 2018 ട്രസ്റ്റ് തുടങ്ങി മാറിയതിനു ശേഷം പിന്നെ അവിടെയായിട്ട് അധികം കോൺടാക്ട് ഇല്ല. താമസിക്കുന്ന അവിടെ തന്നെ ഉള്ളൂ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവല്ലേ. ഈ കമ്മ്യൂണിറ്റി ചർച്ചിൽ നിങ്ങൾക്ക് ചില ബന്ധങ്ങളില്ലേ? ബന്ധങ്ങളുണ്ട്. അതിനുള്ള അവസരം കിട്ടിയില്ല. കാരണം ഈ വിഷയം ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തുപോയി സംസാരിക്കാൻ എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാൻ ഏറ്റുപറയുന്നത്, ഇത് 2022 ആ സന്തോഷിനെ തല്ലി ചെക്ക് പോയ സമയത്തെ ഒരു മധ്യസ്ഥനെ നിർത്തിയിട്ട് ഇതിനൊരു ക്ലാരിറ്റി അങ്ങ് വരുത്തി കഴിഞ്ഞെങ്കിൽ ഇത്ര വിഷയം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് പറ്റിയത് ഏറ്റവും വലിയ തെറ്റാണൊന്നുമല്ല. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ബാക്കിയല്ല, നിങ്ങൾ യേശുക്രിസ്തുവിനെ മാറ്റിവെക്കുക, മോട്ടിവേഷൻ മാറ്റിവെക്കുക, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ പേഴ്സണൽ ലിബർട്ടിയാണ്. നമ്മളിപ്പോ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാനും ആഗ്രഹിക്കുന്നത് പറയാനും ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ പ്രിൻസിപ്പിളാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മുടെ എത്തിക്സ് ഉണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ അത് വളരെ എന്താ പറയുന്നത്, സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കുനിഞ്ഞു നിന്ന് സമ്മതിച്ചു, ചവിട്ടുകൊണ്ടു, നിങ്ങൾ ഇതെല്ലാം മൂടി വെച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ പാളിച്ച. അത് ഒരിക്കലും സ്ഥായിയല്ല. ഇതേപോലെ എവിടെയെങ്കിലും ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ നമ്മൾ ക്ഷമിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ നിങ്ങളുടെ ഭാര്യയുടെ ഒരു മോശം ബന്ധം നിങ്ങൾ കണ്ടെന്ന് വെച്ചോളൂ. അത് അബദ്ധത്തിൽ പറ്റിയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് നിങ്ങൾ ക്ഷമിക്കണം. ഇനി ആവർത്തിക്കായിരിക്കും തെറ്റി, ഒരിക്കൽ കൂടി ആവർത്തിച്ചാലും ക്ഷമിക്കാം. പക്ഷെ അത്തരത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു ഡോമിനന്റ് ക്യാരക്ടർ ആവുകയും നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളുടെ മേൽ കടന്നു കയറുകയും നിങ്ങളുടെ സ്വത്തുക്കളുടെ നിങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നതിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണമായിരുന്നു.
അത് നിങ്ങൾ ഇത്രയും വർഷങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ നീട്ടിക്കൊണ്ട് പോയി. എനിക്ക് ആരും കൂട്ടിനില്ലായിരുന്നു. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ലോകം മുഴുവൻ നടന്ന് പക്ഷെ നമ്മള് വിഷമങ്ങൾ പോയി പറയാൻ മാത്രമുള്ള ഒരു ഫ്രണ്ട്സ് സർക്കിൾ അല്ലെങ്കിൽ ഒരു സൗഹൃദം എനിക്കില്ലായിരുന്നു. കാരണം എല്ലാവരും പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഞാൻ, എനിക്ക് ഈ പ്രശ്നം ഒന്ന് പോയി പറയാൻ എനിക്ക് പറ്റിയില്ല. അത് ആകെ പറ്റിയത് ഇവരോടാണ്. ഇവരോട് ഞാൻ പറഞ്ഞതല്ല, ഇവർ കണ്ടതാണ്. ഇന്ന് വണ്ടിയിൽ വെച്ചിട്ടും ഈ ടീച്ചറും മാഷും എന്നോട് തുറന്നു പറയാണ്, ഞങ്ങളുടെ മോനാണെങ്കിൽ പണ്ടേ ലിബറേറ്റഡ് ആയിട്ട് പോയാണ്, ഞങ്ങൾ സമ്മതിക്കില്ല. ആർക്കും പറ്റില്ല. എന്നിട്ട് പറയാണ്, ഈ വിഷയത്തിലെങ്കിലും ജിജി ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് മൈൽഡ് ആയാൽ ഞങ്ങൾ ആ സമയം പോകും, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടാൽ മതി എന്നാണ്. അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം വഷളാവത്തുള്ളൂ. നിങ്ങളും ഇവരും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ല, അവരും എന്നോട് അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ പോകുന്നത് പക്ഷെ പ്രശ്നം പരിഹരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന് ജിജി തിരിച്ചിറങ്ങി വരാതെ നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാനേ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ജിജി ഇതിനൊന്നും തയ്യാറല്ല. ജിജി പറയുന്നു, ഞാനും എന്റെ അപ്പനും എന്റെ ആങ്ങളെയും എന്റെ ആളുകളും മാത്രം മതി ട്രസ്റ്റിൽ എന്ന് ജിജി പറയുന്നു. ഞാൻ തൽക്കാലം നിങ്ങളുടെ പ്രസ്ഥാനം അത് ഫ്രീ ചെയ്തു പോകും. ട്രസ്റ്റും ഫ്രീ ചെയ്തു പോകും, പിന്നെ PKF ഫ്രീ ചെയ്തു പോകും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മനസ്സമാധാനമല്ല. വയസ്സ് 48 ഇനിയും മനസ്സമാധാനമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ കുറ്റബോധം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് പേഴ്സണൽ ഫ്രീഡം. ശ്രീബുദ്ധൻ രാജാവായിരുന്നു, സമാധാനതയുടെ ഒരൊറ്റ പോക്ക് പോയില്ലേ. ഇന്ന് ഞാൻ ഇവരോടത് പറഞ്ഞു. അറ്റ് എൻഡ് ഇവള് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതെല്ലാം ഫ്രീ ചെയ്യും. ചെയ്ത് തീർക്കാനുള്ള കടപ്പാടുകൾ കുറച്ചുണ്ട്. ഏറ്റെടുത്ത് പോയ പ്രോജക്റ്റുകൾ ആരുടെങ്കിലും കയ്യും കാലം പിടിപ്പിച്ചിട്ട് അതൊന്ന് പൂർത്തിയാക്കി വിത്തിൻ 6 months ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ജിജിയെ വിവാഹം കഴിച്ചൊരു ആശ്രമമുണ്ട്, ശാന്തി ആശ്രമം, നാഗർകോവിൽ. അവിടുത്തെ അച്ഛനെ എന്നെ എപ്പോഴും മോനെങ്കിൽ വാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പഴയ സാധകനായി. അപ്പൊ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും പരിഹാരം ഉണ്ടാകും. താങ്കൾ ഒന്ന് ഇടപെടണം. ജിജിയോട് സംസാരിക്കാം. താങ്കൾ ഒരു നല്ല കൗൺസിലർ ആണ്. സാധിക്കും. ഞാൻ സംസാരിക്കാം. കൗൺസിലർ എന്നുള്ളതല്ല, നമ്മള് മനസ്സുകൊണ്ട് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എനിക്ക് തന്നെ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സമൂഹം ഭയങ്കര മോശമായിട്ടാണ് നിങ്ങളെ മനസ്സിലാക്കി. അപ്പൊ ആ തെറ്റിദ്ധാരണ സമൂഹത്തിന് മനസ്സിലാവും. നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന സേവനം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് വലിയ വിവാദം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയും. ഞാൻ നോക്കിയത് സാധാരണ സംഭവം അനുകൂലിച്ചും പ്രതികൂലിച്ചും നിങ്ങളുടെ ആനുകൂല്യം കൈപ്പറ്റിയവർ പോലും ഇപ്പൊ നിങ്ങളെ ഈ ഒരു തട്ടിപ്പാണെന്ന് ചിന്തിക്കുമായിരിക്കും. അപ്പൊ അത് യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. പ്രത്യേകിച്ച് ജോസഫ് സാറിന് എനിക്ക് ദേവസ്വം സാറിന് എനിക്ക് വിഷമം തോന്നും. കാരണം എന്ന് വെച്ചാൽ സാറ് മകൻ പോയ വിഷമത്തിൽ എല്ലാം സമർപ്പിച്ചിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ അവസാനം തീവ്രവാദിയാന്ന് കേൾക്കാതെ ഉണ്ടാവുന്ന ഒരു വിഷമം. അത് സത്യം പറഞ്ഞാൽ ജിജിക്ക് അങ്ങനെയാണ്. അതായത് ജിജി ഒരു ആഗ്രഹം വെച്ചു മൈൻഡിൽ, അത് നേടാൻ ഏത് അറ്റം വരെയും പോവും, എങ്ങനെയും മാനിപ്പുലേറ്റ് നമുക്ക് പരിഹരിക്കാം. നമുക്ക് താങ്ക് യു. ദൈവം അനുഗ്രഹിക്കും. ആമേൻ. താങ്ക് യു.